പാപത്തിൻ്റെ 4 ലൊക്കേഷൻസ് എന്ന് പറയുന്ന 1 പ്രവൃത്തികൾ, മറ്റൊന്ന് ചിന്തകൾ, 3 ശരീരം, 4 അവിശ്വാസം. 4 ലെവലിൽ പാപം. അവിശ്വാസം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് രാവിലെ കണ്ടത്, എനിക്ക് പകരം ക്രിസ്തു അവൈലബിൾ ആണ്, പക്ഷേ എനിക്ക് താല്പര്യമില്ല. കാരണം ക്രിസ്തു എനിക്ക് പകരം നിന്നാൽ എൻ്റെ ഈ യുദ്ധം ജയിക്കില്ല, ഞാൻ തോറ്റുപോകും. വേറെ രീതിയിൽ പറഞ്ഞാൽ, അമ്മാവൻ എവിടെ ഉണ്ട്? വീട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ രാവിലെ അമ്മാവൻ പോകാൻ നേരത്ത് ഈ സഹോദരി തീരുമാനിക്കുക, ഓ കർത്താവേ, നീയാണെൻ്റെ പകരമെങ്കിൽ ഈ അമ്മാവനെ സ്നേഹിക്കണം. പക്ഷെ അമ്മാവനെ സ്നേഹിച്ച അമ്മാവൻ പിന്നെ വരും. നീ ആകുന്നതായിരുന്നു നല്ലത്, പക്ഷേ വേണ്ട, ഈ പ്രാവശ്യം കൂടെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തേക്കാം. കാരണം ഇതൊന്ന് തീരണമെങ്കിൽ ഞാൻ തന്നെ ഇടപെടണമല്ലോ. യേശു ഇടപെട്ട് കഴിഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് അമ്മാവനെ വിളിച്ചൊന്ന് ഉപദേശിച്ച് വിട്ടേക്കാം, ഇനി ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കരുത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നമുക്ക് ക്രിസ്തു പകരക്കാരനായി വരുന്ന അത്ര ഇഷ്ടമില്ല. കാരണം നമ്മുടെ ആർഗ്യുമെൻറ്റ് തോറ്റുപോകും. നമ്മൾ ഭൂമിയിൽ ചിലപ്പം തോറ്റുപോയേക്കാം, ചിലപ്പം മിണ്ടാതെ നിൽക്കേണ്ടി വന്നേക്കാം, ചിലപ്പോൾ ആളുകൾ കളിയാക്കുമ്പം സഹിച്ച് സ്തോത്രം പറയേണ്ടി വന്നേക്കാം. ഒന്നും അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് പല സ്ഥലത്തും ക്രിസ്തുവിന് പകരം നമ്മൾ തന്നെ അങ്ങ് ജീവിക്കുവാണെങ്കിൽ 2 വർത്താനം പറഞ്ഞങ്ങ് ഫിനിഷ് ചെയ്യാം. അല്ലെങ്കിൽ ആ മനസ്സിന് സമാധാനം കിട്ടുന്ന 2 വർത്താനം പറയും. ഇതൊന്നും കർത്താവ് അങ്ങനെയൊന്നും ആയിരിക്കില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും അല്ല കർത്താവ്. അപ്പം നമ്മുടെ ഈ ജഡം ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തിയിലോട്ടും കർത്താവ് വരില്ല. അപ്പം നമുക്ക് ഈ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യന് യേശു എനിക്ക് പകരം വരിക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതേസമയം ശക്തനായ ഒരു മനുഷ്യൻ എൻ്റെ പകരം വരുവാണെങ്കിൽ ശരിയാണ്, നിരത്തിയിട്ട് പോകാം. പക്ഷേ കർത്താവ് അങ്ങനെയല്ല. പൂർണ്ണമായ ശക്തനാണെങ്കിലും അവൻ എപ്പോഴും സൗമ്യതയും താഴ്മയും അനുസരണവും ക്രൂശിനോളം അല്ലേ രോമം കത്തിരിക്കുന്നതിനിടയിൽ ആടിനെ പോലെ ചെന്ന് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കർത്താവ്. അതുകൊണ്ട് കർത്താവ് എന്ന പകരക്കാരനെ നമ്മൾ ജീവിതത്തിൻ്റെ ഒത്തിരി ഘടകങ്ങളിൽ, ഒത്തിരി ഏരിയാസിൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ അവൻ ഫിറ്റല്ലാതായിട്ടുണ്ട്. കാരണം അവിടെ എല്ലാം ഞാൻ ജയിക്കുന്ന എനിക്കിഷ്ടം. ഞാൻ ജയിക്കുന്ന ഇഷ്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ മതി, എനിക്ക് യേശു മാത്രം പോരാ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പറഞ്ഞ കാര്യം, യേശു മാത്രം ഉള്ളൂ എന്നുള്ളതൊരു വിലാപമല്ല, ഒരാനന്ദ നൃത്തമാണ്. യേശു മാത്രമേ ഉള്ളൂ എന്നുള്ളത് ശരിക്കും ഒരു വിലാപം ആയിട്ട് യേശു മാത്രം എനിക്കുള്ളൂ എന്നല്ല, യേശു മാത്രം എനിക്കുള്ളൂ എന്നുള്ളൊരു ആനന്ദ നൃത്തമാണ്. കാരണം എൻ്റെ ജീവിതത്തിലെ എല്ലാ വേക്കൻസികളും യേശു ഫില്ല് ചെയ്തിരിക്കുന്നതാണ് അതിനർത്ഥം. എനിക്ക് സന്തോഷം തരാവുന്ന എല്ലാ സോഴ്സുകളും യേശു എടുത്തിരിക്കുന്നു. ദാറ്റ് മീൻസ് ഹീ ഈസ് മൈ ഒൺലി ജോയ്. അവൻ മാത്രമാണ് എനിക്ക് ആനന്ദം തരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തു എനിക്ക് പകരക്കാരനായിട്ട് വരിക എന്ന് പറയുന്നത് നമുക്കെപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നതിനേക്കാളും പലപ്പോഴും നമ്മൾ കാഴ്ചയിൽ ജീവിക്കുന്നതാണ് പ്രിയപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അവിടെയാണ് നമ്മൾ വിൽഫുൾ റിജക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ലൈഫ് ലിവിങ്. അതെല്ലാ വിശ്വാസിയിലും കുറച്ച് അവിശ്വാസമുണ്ട്. അത് ആ പഴയ ജഡം തകർന്നില്ലാതാകുന്നവരെയും ഇടയ്ക്കിടയ്ക്ക് അവിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കും. ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന പഴയ ജഡം, കാര്യങ്ങൾ തീർക്കാൻ എനിക്കറിയാം എന്ന് വിചാരിക്കുന്ന പഴയ ജഡം, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് വിവരമുണ്ട് എന്ന് വിചാരിക്കുന്ന ആ പഴയ ജഡം തകർന്ന് തീരാതെ, അത് പൊട്ടിത്തീരാതെ, അത് തകർന്ന് തീരാതെ നമുക്ക് ക്രിസ്തുവിനോടുള്ള ആ റെസിസ്റ്റൻസ്, ആ പ്രതിരോധം നമ്മളിന്ന് പോവുകയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്ന വ്യക്തി ഓരോ ദിവസവും മരണത്തെ ഏറ്റു പറഞ്ഞ് അത് ഫങ്ഷൻ ചെയ്യാത്ത അവസ്ഥയിലേക്ക്, ഞാൻ ഫങ്ഷൻ ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നതാണ് ശരിക്കുള്ള വിശുദ്ധീകരണം. അവിടെ ക്രിസ്തു മാത്രം മതി. കാരണം എല്ലായിടത്തും അവനെ കൊണ്ട് നമ്മൾ തൃപ്തരായിരിക്കും. യേശുവിനെ കൊണ്ട് നമ്മൾ തൃപ്തരാകുന്ന, മതി ഓ കർത്താവേ നീ മാത്രം മതി എന്ന് പറയുന്നൊരു ലെവൽ നമ്മൾ വരുമ്പം അവിടെ ഞാൻ എന്നോട് മരിക്കും, എൻ്റെ ആഗ്രഹങ്ങളോട് മരിക്കും, എൻ്റെ തീരുമാനങ്ങളോട് മരിക്കും, ഞാൻ എന്താകണമെന്ന് ആഗ്രഹിക്കുന്നോ അതിനോടെല്ലാം മരിക്കും. പിന്നെ എനിക്ക് ആകെ ഒരു ലക്ഷ്യം ഉണ്ടാവുള്ളൂ, കർത്താവേ നീ എന്ത് ആണ് അതുപോലെ ഞാനും ആകാൻ നിൻ്റെ പിന്നാലെ ഞാൻ വരും. അപ്പോൾ ഇവിടെ ആ വിൽഫുൾ റിജക്ഷൻ ഓഫ് ജീസസ് ലൈഫ്, യേശുവിൻ്റെ ജീവൻ്റെ മനഃപൂർവ്വമായ നിരാസം പലപ്പോഴും നമ്മൾ ഒത്തിരി ജ്ഞാനമുള്ളവർക്കാണ് ആ നിരാസം ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയൊക്കെ പഠിച്ചൊരു എക്സ്ജിറ്റ് ആണെങ്കിൽ ഇങ്ങനൊന്നും ആയിരിക്കില്ല പ്രസംഗിക്കുന്നത്.
അതിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ ആ പശ്ചാത്തലം, ഈ പശ്ചാത്തലം, ഈ ബൈബിൾ പഠനം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ചുള്ള ബൈബിളിനെ കുറിച്ചുള്ള പഠനമാണ്. അത് പശ്ചാത്തലത്തിൽ അങ്ങനെയായിരുന്നു, റോമ ഗവൺമെൻറ് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഒരു പ്രയോജനമില്ല, വെറുതെ സമയം കളയാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്കറിയാമോ, ഒരു ധനവാനായ മനുഷ്യൻ യേശുവിനെ അനുഗമിക്കാൻ ചെന്നു. യേശു അവനോട് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. കുറേ സംസാരിച്ച ശേഷമാണ്, വിശദീകരിക്കുന്നില്ല, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നവൻ വളരെ സ്വത്തുള്ളവനായതുകൊണ്ട് ദുഃഖിച്ച് കടന്നുപോയി. അപ്പോൾ അവന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ഈ സുവിശേഷത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യം മനസ്സിലാവും. ഈ ഭഗവത്ഗീതയും ഉപനിഷത്തൊക്കെ വായിക്കുന്ന പോലെ ഒത്തിരി ഗുരുക്കന്മാരുടെ ഒന്നും ആവശ്യമില്ല, വായിക്കുമ്പോഴേ മനസ്സിലാവും. അതാണ് ഇതിൻ്റെ പ്രശ്നം. മനസ്സിലായില്ല എന്ന് പറയാനും പറ്റില്ല, ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനും പറയാൻ പറ്റില്ല. വായിക്കുമ്പോഴേ അങ്ങ് മനസ്സിലായി പോവുക. ഈ വായിക്കുമ്പോഴേ മനസ്സിലായി പോയാൽ അപകടം, അനുസരിക്കേണ്ടി വരും. മനസ്സിലായില്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ മതി. വേറെ ഏത് മതത്തിലാണെങ്കിൽ യേശു പറഞ്ഞൊരു വാക്യത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ, പക്ഷേ ഇത് പുസ്തകമൊന്നും എഴുതാനില്ല. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുത്തിട്ട് തന്നെ. സിമ്പിൾ കമാൻഡ്മെൻറ്റ്. എന്ത് ചെയ്യും? അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ തിയോളജിയന്മാരിരുന്ന് ആലോചിച്ചപ്പം ഇതിനകത്ത് രക്ഷപ്പെടണം. ഇത് കാരണം ഇത്ര ഡയറക്റ്റായിട്ടൊരു കമാൻഡ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അവർ പറഞ്ഞു, യെരൂശലേം ദേവാലയത്തിന് സൂചിക്കുഴ എന്ന് പറഞ്ഞൊരു വാതിലുണ്ട്. ഇപ്പോൾ യേശു പറഞ്ഞില്ലേ, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും ഭേദം ഒട്ടകം സൂചിക്കുഴയോടെ പോകുന്നു. അങ്ങനെ നമ്മുടെ തിയോളജിയന്മാരെല്ലാം കൂടി ഇരുന്നൊരു സൂചിക്കുഴ എന്ന് പറഞ്ഞൊരു വാതിൽ കണ്ടുപിടിച്ചു. ആ വാതിലിൽ കൂടെ ഒട്ടകങ്ങൾ കിടക്കണമെങ്കിൽ അതെല്ലാം അൺലോഡ് ചെയ്തിട്ട് കുനിഞ്ഞ് ആ സ്കില്ലോട് കൂടിയുള്ള ഒരാൾക്ക് മാത്രമേ ഇതിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ കഷ്ടിച്ച് ധനവാൻ അതിലേക്ക് കയറി പൊക്കോളൂന്നാക്കി. സത്യത്തിൽ അങ്ങനൊരു വാതിലൊന്നും അവിടെ ഇല്ല. സൂചിക്കുഴ നമ്മളുണ്ടാക്കിയതാണ്. ഇതുണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതനുസരിക്കാതെ രക്ഷപ്പെടാനൊരു വഴി കണ്ടുപിടിക്കണം. കാരണം ധനവാന്മാരില്ലെങ്കിൽ സഭ നടക്കില്ല. 1,00,000 രൂപ മാസവരുമാനമുള്ള ഒരാൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ ആദ്യം ഇടിവാൾ കിട്ടുന്ന പാസ്റ്ററുടെ നെഞ്ചിലായിരിക്കും 10,000 രൂപ ദശാംശം പോകുന്നു. ശരിക്കും പൈസ ഉള്ളവരെ കൊണ്ട് ജയിക്കുന്ന നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്നത്തെ സഭയെന്ന് പറയുന്നത്. അപ്പം അതനുസരിച്ചുള്ള വിശകലനങ്ങൾ, പഠനങ്ങൾ, ഇതൊന്നും ജീവനെ അല്ല വ്യാപരിപ്പിക്കുന്നത്. ഇതൊക്കെ മനുഷ്യൻ്റെ ബുദ്ധിയെയും പ്രാണൻ്റെ വിലാസങ്ങളെയുമാണ് അത് വെളിപ്പെടുത്തുന്നത്. ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്തു പറയുമായിരുന്നു? അവൻ ഈ തൃശ്ശൂരിലുണ്ടായിരുന്നെങ്കിൽ ഏത് വഴിയെ നടന്നേനെ, എന്ത് സംസാരിച്ചേനെ? ഈ സ്റ്റേജിൽ ചേസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ നിൽക്കുന്നതിന് പകരം യേശുക്രിസ്തു തന്നെ വന്ന് നിന്നിരുന്നെങ്കിൽ നിങ്ങളോട് ഇന്ന് രാത്രിയിൽ എമർജൻസി ആയിട്ട് എന്തായിരിക്കും പറയുന്നത്? ഇത് കണ്ടെത്തുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഇതെൻ്റെ ഒരു അന്വേഷണമാണ്. ഞാനത് അന്വേഷിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. കർത്താവേ, നീ ആയിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? അത്ര എത്താനുള്ള പരിശുദ്ധാത്മ നിറവ്, യേശുവിൻ്റെ നിറവൊന്നും എനിക്കില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ദൈവം ഇങ്ങനെ വെളിപ്പെടുത്തി തരുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതൊരു പഠനമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ പഠനമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് പഠനത്തെക്കാൾ ഉപരി നാം എന്ത് വിശ്വസിക്കണമെന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളൊരു ബർഡനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു ഭാരം. ആ ഭാരം ഇത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്. ആ ഭാരത്തോടെയാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പോൾ പാപത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. പാപത്തിൻ്റെ ഏതെങ്കിലും ഒരു തലത്തിൽ നമ്മൾ ഫെയിലായിട്ടുണ്ട്. ഒന്നുകിൽ ശരീരത്തിൻ്റെ ഇമോഷൻസിൻ്റെ തലത്തിൽ, അവിടെ ശരിയായി എന്ന് തോന്നിയാൽ തന്നെ പിന്നെ അടുത്ത തലം വരുന്നത് അവിശ്വാസം. അവിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്താൽ മാത്രമേ ഈ ശരീരത്തിൻ്റെ തലത്തിൽ ശരിയാവുള്ളൂ. വിശ്വാസമില്ലാത്ത എല്ലാ സമയത്തും നമ്മുടെ ശരീരത്തിൻ്റെ വികാരങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ജയിച്ചു എന്ന് നമുക്ക് തോന്നിയാലും ഒരിക്കലും വിശ്വാസത്താൽ അല്ലാതെ വേറൊരു തലത്തിലും നമുക്ക് ജയിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരം പോരാ. നമ്മുടെ ശരീരം പോരാത്തത് കൊണ്ട് നമുക്ക് ജയിക്കാൻ ആകെയുള്ള വഴി എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നത് മാത്രമാണ്, വേറൊരു വഴിയുമില്ല. അപ്പോൾ അവിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുന്ന ക്രിസ്തു അല്ല, ഞാനാണ്. വിശ്വസിച്ചാൽ പിന്നെ എൻ്റെ സ്ഥാനത്ത് ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവാണ്. കാഴ്ചയാൽ ജീവിക്കുന്നത് ഞാനും വിശ്വാസത്താൽ ജീവിക്കുന്ന ക്രിസ്തുവുമാണ്. യുക്തിയാൽ ജീവിക്കുന്നത് മനുഷ്യനും വിശ്വാസത്താൽ ജീവിക്കുന്നത് ദൈവവുമാണ്, യേശുക്രിസ്തുവുമാണ്. അതുകൊണ്ട് വിശ്വാസമില്ലെങ്കിൽ പിന്നെ നമ്മളാണ് ജീവിക്കുന്നത്. നമുക്ക് കിട്ടുന്ന മാർക്ക് 0ആണ്, ഏറ്റവും കൂടിയത് 0ആണ്.
അപ്പോൾ ഫെയ്ത്ത് എന്നാൽ എന്ത് എന്നുള്ളതിനകത്ത് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. എല്ലാ മതങ്ങളിലുമുള്ള സാമാന്യ വിശ്വാസമല്ല കർത്താവിൻ്റെ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന വിലയേറിയ വിശ്വാസം. ഈ വിലയേറിയ വിശ്വാസം ക്രിസ്തുവിൽ നമ്മുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും നമ്മുടെ നിത്യജീവനെക്കുറിച്ചും നമുക്കായി അവൻ സഹിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചും നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഒഴിവായിപ്പോയത് എങ്ങനെയെന്നും നമ്മളെങ്ങനെ നീതിയുടെ ദാസന്മാരായി തീരുമെന്നൊക്കെ വിശദീകരിക്കുന്ന, മനസ്സിലാക്കി തരുന്ന ദൈവത്തിൻ്റെ കാഴ്ചകൾ, ദൈവരാജ്യത്തിൻ്റെ കാഴ്ചകൾ, നിത്യതയുടെ കാഴ്ചകൾ നമ്മെ കാണിച്ചു തരുന്ന, കണ്ണു തുറക്കുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അപ്പോൾ രാവിലെ നമ്മൾ കണ്ടു, ക്രിസ്തുയേശുവിൽ നമ്മൾ അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തുയേശുവിൽ നമ്മൾ പുനരുത്ഥാനം ചെയ്തു, സ്വർഗത്തിൽ നമ്മൾ ഇരുത്തിയിരിക്കുന്നു. എഫെസ്യർ 2:6, കൊളോസ്യർ 3:1, അല്ലേ? ക്രിസ്തുവിനോടുകൂടെ നാം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരങ്ങളിലുള്ളത് അന്വേഷിപ്പിൻ. അപ്പോൾ ഉയരങ്ങളിലുള്ളത് അന്വേഷിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് അവസാനിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ആരെ കണ്ടുമുട്ടിയാലും ഏതവസ്ഥയിലൂടെ പോയാലും ഭൂമിയിൽ അതെങ്ങനെയാണെന്നുള്ളതല്ല, ഉയരത്തിൽ ഇതിൻ്റെ പ്രതിഫലം എന്താണെന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഞാൻ ജീവിക്കുമ്പോൾ എനിക്കൊരു പ്രതിഫലവും മുകളിലില്ല, പക്ഷേ വിശ്വാസത്താൽ എനിക്ക് പകരം ക്രിസ്തു ജീവിക്കുമ്പോൾ ഞാൻ വലിയ മഹത്വത്തിലേക്കും കൃപയിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ ഉയരത്തിലേക്ക് നോക്കി ജീവിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, എനിക്ക് പകരം ക്രിസ്തു ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന, ഞരങ്ങുന്ന ഒരാളാണ് എപ്പോഴും ഉയരത്തിലേക്ക് നോക്കുന്ന ആളെന്ന് പറയുന്നത്. ഉയരത്തിലെ പ്രതിഫലം നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം അതിന് പര്യാപ്തമല്ല. നമ്മളിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അവൻ നമ്മളിലൂടെ ജീവിക്കണം, വർത്തമാനം പറയണം, നടക്കണം, സംസാരിക്കണം, ഇടപെടണം, സ്നേഹിക്കണം, കരുതണം. ഈ ജീവൻ, ആത്മാവിൽ നിന്ന് വരുന്ന പുതിയ ജീവൻ, യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുതിയ ജീവൻ, പുതിയ പ്രകൃതം, ക്രൂശിൽ തറയ്ക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിച്ച് ഉപേക്ഷിക്കുന്ന പഴയ പ്രകൃതത്തിന് പകരം പുതിയ പ്രകൃതം. അപ്പോൾ ഈ പുതിയ പ്രകൃതം നമ്മളിൽ വളർന്ന് വരണമെങ്കിൽ പഴയത് പൊളിഞ്ഞ് അവൻ വളരുന്നതനുസരിച്ച് നമ്മുടെ പഴയ ലൈഫ്, പഴയ ഇഷ്ടങ്ങൾ, പഴയ വികാരങ്ങൾ അതെല്ലാം ഇല്ലാതെ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ കർത്താവ് നമുക്ക് പകരം ജീവിക്കാൻ തുടങ്ങണം നമ്മുടെ ഉള്ളിൽ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സ്വർഗീയമായ പ്രതിഫലം ലഭിക്കുന്നത്. കാരണം അവനെ നോക്കി മാത്രമാണ് പിതാവ് പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രസാദമുള്ള, ദൈവത്തിൻ്റെ ആനന്ദമുള്ള, ദൈവത്തിൻ്റെ കരുതലുള്ള, അവൻ്റെ ഇഷ്ടമുള്ള ജീവിതം ജീവിച്ചത് യേശു മാത്രമാണ്. അതുകൊണ്ടും കൂടെ ഞാൻ പറയുന്നത് യേശു മാത്രം മതി. കാരണം അവിടെ മാത്രമേ ദൈവത്തിൻ്റെ അപ്രൂവലുള്ളൂ. ലോകത്തിൽ എത്ര മനോഹരമായ ജീവിതത്തിലും ദൈവത്തിൻ്റെ അപ്രൂവലില്ല, പിതാവിൻ്റെ അംഗീകാരമില്ല. പിതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകാം, അനുഗ്രഹമുണ്ടായി എന്ന് വിചാരിച്ച് അംഗീകാരം ഉണ്ടാകണമെന്നില്ല. ഈ നല്ല ദാനങ്ങൾ ലഭിക്കുന്നതെല്ലാം അനുഗ്രഹമാണ്, പക്ഷെ അംഗീകാരം പോലെ മനോഹരമായ ഒന്നുമില്ല. അനുഗ്രഹം ലഭിച്ചു എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ ആളാണ് നിങ്ങളെന്ന് വിചാരിക്കരുത്. അനുഗ്രഹങ്ങൾ പലതും അവൻ നീതിമാനും നീതി കെട്ടവനും നൽകുന്നുണ്ട്. എന്നാൽ അംഗീകാരം ക്രിസ്തുവിൽ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അത് ക്രിസ്തുവിലൂടെ മാത്രം വരുന്ന ഒരു പ്രത്യേക ബ്ലെസ്സിങ്ങാണ്. ദൈവം നമ്മെ മക്കളായി കരുതുന്നു, അംഗീകരിക്കുന്നു, നമ്മളെ മാറോട് ചേർക്കുന്നു, നമ്മളെ എന്നേക്കുമായി ദത്തെടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ക്രിസ്തുവിലൂടെ മാത്രം ലഭിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ക്രിസ്തു യേശുവിൽ നാം മരിച്ചു. അവൻ്റെ ക്രൂശിൽ നമ്മുടെ പഴയ മനുഷ്യൻ, പഴയ പ്രകൃതം തകർക്കപ്പെട്ടു. അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ അവൻ്റെ ക്രൂശ് നമ്മുടെ പഴയ മനുഷ്യനെ തറച്ചു, പഴയ മനുഷ്യനെ തകർത്തു. ഓരോ ദിവസവും ആ ക്രൂശ്, നമ്മുടെ ക്രൂശുമായി, നമുക്ക് ദൈവം തരുന്ന ചെറിയ ചെറിയ ക്രൂശുകളുമായി നമ്മൾ നടക്കുമ്പോൾ ആ പഴയ മനുഷ്യൻ, തകർന്ന ആ പഴയ മനുഷ്യൻ ഓരോ ദിവസവും മരണത്തിൻ്റെ കൂട്ടായ്മയിലേക്ക്, അവൻ്റെ മരണത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക്, യേശുവിൻ്റെ കൂടെ മരിച്ച ആ പ്രകൃതം ഓരോ ദിവസത്തെയും ക്രൂശ് എടുക്കുന്നതിലൂടെ മരിച്ച് മരണത്തിൻ്റെ പങ്കുപറ്റി നമ്മൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ഈ പഴയ മനുഷ്യൻ പൂർണ്ണമായിട്ടും അസ്തമിക്കുന്ന രീതിയിൽ ഒരു വിശുദ്ധീകരണമാണ് ദൈവം നമുക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ലോകത്ത് ജീവനോടിരിക്കുമ്പോൾ ഒരിക്കലും അത് പൂർണ്ണമാകുന്നില്ല. നാം മരിക്കുന്ന സമയത്ത് എവിടെ വെച്ചാണോ നമ്മൾ മരിക്കുന്നത് അവിടെ വെച്ച് നമ്മുടെ വിശുദ്ധീകരണത്തെ പൂർണ്ണമായതായി കർത്താവ് പ്രഖ്യാപിക്കുന്നു. നമ്മൾ കർത്താവിനെ ലക്ഷ്യമാക്കി ഞരങ്ങി ഓടിയവരാണെങ്കിൽ അവൻ്റെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കുവാൻ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നു. ഇവിടെ
നമ്മൾ രാവിലെ കണ്ടത് യേശുവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും കുറിച്ചാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഇപ്പോൾ ഈവനിങ്ങിൽ കാണാൻ പോകുന്ന ഒരൊറ്റ വിഷയം, യേശു ക്രിസ്തുവിൽ ഞാനുണ്ട്. യേശു ക്രിസ്തുവിൽ ഞാനുണ്ട് എന്ന് പറയുന്നത് എന്നു തൊട്ടുണ്ട്, എപ്പോൾ മുതലുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടു അല്ലേ? എപ്പം മുതലുണ്ട്? ഇന്ന് രാവിലെ കണ്ടു. എപ്പം മുതൽ ക്രിസ്തുവിൽ നമ്മളുണ്ട്? സമയമുണ്ടാകുന്നതിന് മുൻപ് തൊട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഒരു പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കാണാൻ പോകുന്ന കാര്യം, യേശു ക്രിസ്തു മരിക്കുമ്പോൾ നമ്മൾ അവനിൽ ഉണ്ടായിരുന്നുവെന്നും യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തപ്പോൾ നമ്മൾ അവനിൽ ഉണ്ടായിരുന്നുവെന്നും നമുക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണുമായിരിക്കാം. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അനുസരണം തികച്ച് ന്യായപ്രമാണത്തെ പൂർത്തിയാക്കുമ്പോൾ നമ്മൾ എവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നു. അവിടെയും നമ്മൾ യേശുവിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഇന്ന് രാവിലെ സൂചിപ്പിച്ചത്. കാരണം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്കായി അധ്വാനിച്ചപ്പോൾ നമ്മൾ അവരുടെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഫ്രം ദം വി വെർ ബോൺ. അതുകൊണ്ട് അവർ അധ്വാനിക്കുന്ന സമ്പത്തിലെല്ലാം നമുക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ് അവകാശമുള്ളത്. എൻ്റെ വല്യപ്പൂപ്പൻ അധ്വാനിച്ച് വേർത്ത് മണ്ണിൽ പണിയെടുക്കുമ്പോൾ ഞാൻ അവൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് അവൻ സമ്പാദിക്കുന്ന മുഴുവൻ ആർക്കും കൂടെ ഉള്ളതാണ്, എനിക്കും കൂടെ ഉള്ളതാണ്. അപ്പോൾ യേശു ക്രിസ്തു അധ്വാനിക്കുമ്പോൾ, കഷ്ടം സഹിച്ച് അനുസരണം പൂർത്തിയാക്കുമ്പോൾ, അവൻ വിശുദ്ധിയെ തികയ്ക്കുമ്പോൾ അവനിൽ ഞാനുണ്ട് എങ്കിൽ ഞാൻ അതിനെല്ലാം അവകാശിയാണ്. കർത്താവിൻ്റെ നീതിക്കും തേജസ്സിനും വിശുദ്ധീകരണത്തിനും എല്ലാം ഞാൻ അവകാശിയായി മാറുന്നത് അവൻ അത് തികയ്ക്കുമ്പോൾ ഞാൻ അവനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 17:19 പറയുന്നത്, അവരും, അതായത് ആരെല്ലാം എന്നിലുണ്ടോ അവരെല്ലാവരും, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആക്കേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ അവകാശം ഇവർക്കെല്ലാം ലഭിക്കേണ്ടതിന് ആരാണ് ഈ അവര്? 20-ാം വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരല്ല അവർ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ചേരുന്ന ഒരവരുണ്ട് യേശുവിൻ്റെ മുമ്പിൽ. അവർ വിശുദ്ധീകരിക്കപ്പെടാൻ, അതായത് ആരെല്ലാം ഉണ്ടോ അവരെല്ലാം വിശുദ്ധീകരിക്കപ്പെടാൻ, ആരെല്ലാം വിശ്വസിപ്പാനിരിക്കുന്നുണ്ടോ അവരെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടുവാൻ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അവകാശം ലഭിക്കുവാൻ, അല്ലേ? വിശ്വസിക്കുന്നവരെല്ലാം ദൈവം മുന്നറിഞ്ഞ് കർത്താവിൽ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്ത മക്കൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി കർത്താവ് തന്നെത്താൻ വിശുദ്ധീകരിച്ചു. അപ്പോൾ അവൻ്റെ അധ്വാനം മുഴുവൻ ഫലം ആർക്ക് വരുന്നത്? അവൻ്റെ ഉള്ളിൽ. അവൻ്റെ കടിപ്രദേശം എന്ന് പറയരുത്, അത് ബയോളജിക്കൽ ബർത്താണ്. വിശ്വാസത്താൽ അവനിലുള്ളവരിലെല്ലാം വ്യാപരിക്കത്തക്ക രീതിയിൽ ഒരു വലിയ ധനമാണ് കർത്താവ് ഈ ലോകത്ത് സമ്പാദിച്ചത്. നമുക്കിവിടെ കർത്താവിന് പകരം ജീവിക്കാൻ എന്ത് ധനം വേണോ, എന്തുമാത്രം സ്നേഹം നമ്മുടെ ഉള്ളിൽ വേണോ, എന്തുമാത്രം കരുണ നമ്മളുടെ ഉള്ളിലുണ്ടാകണോ, ഇതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചു എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ ഈ സമ്പാദ്യം കർത്താവ് നമുക്ക് വേണ്ടി എങ്ങനെ സമ്പാദിച്ചു? വാട്ട് വേർ ജീസസ് ഡൂയിങ്? വാട്ട് വാസ് ഹി ഡൂയിങ് വൈൽ ഹി വാസ് ഓൺ ദ എർത്ത്? അവൻ എങ്ങനെയാണ് ആ കഷ്ടം സഹിച്ചത്? അതെന്ത് റോളായിരുന്നു? എന്താണ് അവൻ ചെയ്തത്? നമുക്ക് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, 7, 8, 9 വാക്യങ്ങൾ വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 5 verses 7, 8, 9. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തു ഭയഭക്തിയോടെ കരഞ്ഞ് വിലപിച്ച് നിലവിളിച്ച് അവൻ പിതാവിനോട് യാചിക്കുകയാണ്, അല്ലേ? ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവ് കാണിക്കുന്ന ഭയഭക്തി, കരച്ചിൽ, നിലവിളി, ഉറച്ച നിലവിളി, അല്ലേ? ഈ ഉറച്ച നിലവിളി, കണ്ണുനീര്, അത് ശരിക്കും പ്രിയ സഹോദരങ്ങളെ ഇത് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള ഒരു കാര്യമാണ്. ദൂതന്മാരുടെ ആരാധന സ്വീകരിച്ചുകൊണ്ടിരുന്ന പുത്രനായ ദൈവം ഈ ഭൂമിയിലൂടെ അലഞ്ഞ് നടന്ന് നിലവിളിക്കുക എന്ന് പറയുന്ന കാഴ്ച, ഒരുപക്ഷെ നിങ്ങൾക്കത് എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഡെപ്ത് എന്താ, ഇൻറ്റൻസിറ്റി എന്താ. അവൻ തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്, ഈ ഒരു വാക്യം പലരും ഒത്തിരി മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ല അത് വ്യാഖ്യാനിക്കാൻ. ആ ഭാഗം എനിക്കൊന്ന് ബൈബിളിൽ ഏറ്റവും ടഫായിട്ടുള്ള വ്യാഖ്യാനിക്കാൻ ഏറ്റവും പ്രയാസമുള്ളൊരു ഭാഗമാണ്.
അത് 11-ാം വാക്യത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. വായിച്ച് നോക്കി, 11-ാം വാക്യം വായിച്ച്. ഇതേക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നുകൊണ്ട് തെളിയിക്കാൻ പറ്റത്തില്ല, അത്ര കഠിനമാണിത്. അതായത് ശിഷ്യൻ്റെ ചെവി ഇല്ലാത്ത ഒരാൾക്കും മനസ്സിലാകാത്ത രീതിയിലാണ് ഈ വാക്യം പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ചെവി മന്ദമായി പോയാൽ കേൾപ്പാൻ ചെവി ഇല്ലാത്ത ആർക്കും കേൾക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ വാക്യത്തിൻ്റെ ഘടന, ആ വാക്യത്തിൻ്റെ പ്രയോഗം. അതുകൊണ്ട് അവിടെ പൗലോസ് എന്ന് ഞാൻ പറയുന്നത്, പൗലോസോ അല്ലെങ്കിൽ ആരെങ്കിലും അത് എഴുതിയ ഏത് ശിഷ്യനായാലും അവർക്കൊരു വേദനയുണ്ടുള്ളിൽ. ഇത് എല്ലാവരും മനസ്സിലാക്കാൻ പോകുന്നില്ല എന്ന് അവർക്കറിയാം. കാരണം ഇതൊരു ഇത്തിരി മാർമികമായ കാര്യമാണ്. തമിഴ് ബൈബിളിൽ ഈ 11-ാം വാക്യം എങ്ങനെയാണെന്നറിയോ? ഈ മൽക്കീസദേക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ടെന്നാണ്. ഈ മൽക്കീസദേക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, പക്ഷെ പറയാൻ പറ്റത്തില്ല. കാരണം മൽക്കീസദേക്കിനെ കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും പറയുന്നതിലൊരു ലിമിറ്റേഷൻ ബൈബിൾ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് ഈ കരച്ചിൽ? അവിടെ നമ്മൾ യേശുവിൻ്റെ ആ കരച്ചിലിനെ കുറിച്ച് കാണുന്നത്, ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു മരണം മുമ്പിലുണ്ട്, അതിനെ കർത്താവ് ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് മരണത്തിൽ തന്നെ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളി നിലവിളിച്ചത്. ഉറച്ച നിലവിളി എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ആ നിലവിളി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഞാനും കേട്ടിട്ടില്ല, പക്ഷേ എനിക്ക് സങ്കല്പിക്കാൻ പറ്റും. ഒരു അതിഭയങ്കരമായൊരു കരച്ചിൽ, മരണത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞൊരു കരച്ചിൽ. തന്നെ രക്ഷിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ. നമുക്ക് ഈ കണ്ണുനീര് വരാൻ തന്നെ എന്ത് പാടാ. നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും, അഭയം തരണേ എന്നുള്ള യാചന അപേക്ഷയും കഴിക്കുകയും, പുത്രനായതുകൊണ്ടല്ല ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പം ഞാൻ ഒത്തിരി ആലോചിച്ചു, കർത്താവ് എന്ത് മരണത്തെ നീ പേടിച്ചത്? എന്തായാലും ശാരീരിക മരണം യേശുവിന് ഉണ്ടാകുമായിരുന്നു, അതിനുവേണ്ടിയാണ് കർത്താവ് വന്നതും. എന്നാൽ പാപത്തിൻ്റെ ശിക്ഷ എന്നുള്ള നിലയിൽ കർത്താവ് പിതാവിൽ നിന്നുള്ള സെപ്പറേഷൻ ഒരു നിമിഷ നേരത്തേക്ക് അനുഭവിച്ചു, ആ ശിക്ഷ പൂർത്തിയാക്കി എന്ന് നമുക്കറിയാം. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഉത്തരം തരാൻ കഴിയുന്നവനോട് നിലവിളിക്കുകയും അവനതിന് ഉത്തരം കൊടുക്കുകയും ചെയ്തു എന്നാ. അപ്പം ശാരീരിക മരണമാണെങ്കിൽ പിതാവ് ഉത്തരം കൊടുത്തോ? മരിക്കാൻ അനുവദിക്കുക ചെയ്ത്. പിതാവിൽ നിന്നുള്ള സെപ്പറേഷൻ ആണെങ്കിലും ഒരു മോമെൻ്റ് ഓഫ് സെപ്പറേഷൻ, ആ സെപ്പറേഷൻ പോലും ദൈവം അനുവദിക്കുകയോ ചെയ്തത്, അല്ലാതെ രക്ഷപ്പെട്ടില്ല, രക്ഷപ്പെടാൻ ആഗ്രഹിച്ചുമില്ല. കാരണം ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കർത്താവ് വന്നത് തന്നെ. പിന്നെ എന്തു മരണത്തിൽ നിന്നാണ് കർത്താവ് നിലവിളിച്ച് കരഞ്ഞ് അലമുറയിട്ട് കണ്ണുനീരൊഴുക്കി ഭയത്തോടെ വിറയലോടെ പ്രാർത്ഥിച്ച് ഭക്തിയോടെ നിലവിളിച്ച് ഉത്തരം നേടിയെടുത്തത്? ഇതൊരു വലിയ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ആ വാക്യങ്ങളിൽ ഇല്ല. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, പുത്രനായിട്ട് പോലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പോൾ കർത്താവിൻ്റെ ഈ 2-3 വാക്യങ്ങൾ മനസ്സിലാക്കാനുള്ള ക്ലൂ എവിടെയാണ് കിടക്കുന്നതെന്നറിയോ? അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള വാക്യത്തിലും അതിൻ്റെ തൊട്ട് ശേഷമുള്ള വാക്യത്തിലുമാണ്. 6-ാം വാക്യവും 10-ാം വാക്യവും നമുക്കൊന്ന് വായിക്കാം. അങ്ങനെ ഇത് 6-ാം വാക്യമാണ്. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനെന്ന് പറയുന്നു. 10-ാം വാക്യം, മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതനെന്ന നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ 6-ാം വാക്യവും 10-ാം വാക്യവും പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചാണ്, 6ഉം 10ഉം. അപ്പോൾ 7, 8, 9 വാക്യങ്ങൾ എന്തായിരിക്കും പറയുന്നത്? ഈ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് ആയിരിക്കണം, അല്ലേ? ആയിരിക്കരുതില്ലേ? അത്രയും സമ്മതിച്ചോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം യേശു ക്രിസ്തു എന്താണ് പ്രാർത്ഥിച്ചത്. നമുക്ക് ഈ മഹാപൗരോഹിത്യത്തെക്കുറിച്ചുള്ള ഈ എബ്രായ ലേഖനത്തിലെ പഠനം, അത് 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങളിൽ തുടങ്ങുന്നതാണ്. ഒരു ലോങ് സ്റ്റഡിയാണ്, നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. അത് ശരിക്കും നമുക്ക് മൽക്കീസദേക്കിനെ കുറിച്ചുള്ള പഠനം ഒരു അടിസ്ഥാനങ്ങളുടെ ഇടയിലല്ല അത് കിടക്കുന്ന, പരിജ്ഞാനത്തിൻ്റെ തലത്തിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ മാത്രം 4-ാം അധ്യായത്തിൻ്റെ 14ഉം 15ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ഈ സ്വീകാരം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? കൺഫെഷൻ, ഏറ്റുപറച്ചിൽ, മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിൽ കൂടി കടന്നുപോയ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് വന്ന് ഭൂമിയിലേക്ക് പോയ ആളല്ല, ആകാശത്തിൽ കൂടി വന്ന് ആകാശത്തിലേക്ക് പോയൊരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പോൾ നമ്മുടെ കൺഫെഷൻ അത്ര പ്രഷ്യസാണ്. കാരണം നമ്മുടെ മഹാപുരോഹിതൻ ഭൂമിയിൽ നിന്നുള്ളവനല്ല, ആകാശത്തിൽ നിന്ന് വന്ന് ആകാശത്തിലൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളതിനാൽ നാം നമ്മുടെ കൺഫെഷൻ മുറുകെ പിടിക്കുക. അടുത്ത വാക്യം, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ഇത് ഈ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ പ്രശ്നമാണെന്നും പറഞ്ഞ് വാക്യം ഒന്നുകൂടെ വായിക്കാം. ശ്രദ്ധിക്കണേ, ആ വാക്യം അവിടെ ഇരിക്കട്ടെ. നമുക്കുള്ള മഹാപുരോഹിതൻ, ശ്രദ്ധിക്കണേ, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ന്യായമായിട്ടും ആകാശത്തിൽ കൂടി വന്ന് ആകാശത്തിലൂടെ കടന്നുപോയൊരു മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും കർത്താവിന് സഹതാപം തോന്നേണ്ട കാര്യം റിയലി ഇല്ല. പക്ഷെ ഇവിടെ പറയാണ് നമ്മുടെ മഹാപുരോഹിതൻ അങ്ങനെയല്ല. നമ്മുടെ മഹാപുരോഹിതൻ ആകാശത്തിൽ കൂടി കടന്നുപോയവനായിട്ട് പോലും നമ്മുടെ ഈ കഷ്ടതകളിൽ അവന് നമ്മോട് സഹതാപം കാണിപ്പാൻ, ബലഹീനതകളിൽ നമ്മോട് സഹതാപം കാണിപ്പാൻ അവന് കഴിയും. അതിന് കാരണം സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. സർവ്വത്തിലും എന്ന് പറയുമ്പോൾ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, വിത്തൗട്ട് സിൻ, യെറ്റ് വിത്തൗട്ട് സിൻ. ഈ പാപമൊഴികെ, അത് ലിറ്ററൽ ട്രാൻസ്ലേഷൻ നമ്മൾ കിങ് ജെയിംസ് വേർഷൻ, പഴയ കിങ് ജെയിംസ് വേർഷൻ, ഇംഗ്ലീഷ് വേർഷൻ, അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ അതേ സ്ട്രീമിലുള്ള ഏറ്റവും പുതിയ ട്രാൻസ്ലേഷനാണ് ESV, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ. അത് ആണിപ്പോൾ ബൈബിൾ സൊസൈറ്റിക്കാർ കൊടുക്കുന്ന ഇംഗ്ലീഷ് ബൈബിൾ. ആ ESV നോക്കിയാലും കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ നോക്കിയാലും അതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹി വാസ് ടെംപ്റ്റഡ് ഇൻ എവരി വേ ആസ് വി വെയർ യെറ്റ് വിത്തൗട്ട് സിൻ എന്നാണ്. എങ്കിലും പാപം കൂടാതെ എന്നാണ്. ഇത് NIV പോലുള്ള ട്രാൻസ്ലേറ്റേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ, ന്യൂ ഇൻ്റർനാഷണൽ വേർഷൻ, അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ട്രാൻസ്ലേഷനാണ്. അതിനകത്ത് എല്ലാ അർത്ഥത്തിലും യേശു പരീക്ഷിക്കപ്പെട്ടു എങ്കിലും അവൻ പാപം ചെയ്തില്ല എന്ന് മാറ്റി. ഈ പാപം ചെയ്തില്ല, അത് കണ്ടോ, കിങ് ജെയിംസ് വേർഷൻ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്, നോക്കിക്കോ. ഫോർ വി ഹാവ് നോട്ട് ആൻ ഐ പ്രീസ്റ്റ് വിച്ച് കനോട്ട് ബി ടച്ച്ഡ് വിത്ത് ദ ഫീലിംഗ് ഓഫ് അവർ ഇൻഫിമിറ്റീസ്, ബട്ട് വാസ് ഇൻ ഓൾ പോയിൻറ്റ്സ് ടെംപ്റ്റഡ് ലൈക്ക് ആസ് വി ആർ, യെറ്റ് വിത്തൗട്ട് സിൻ. യെറ്റ് ഹി വാസ് വിത്തൗട്ട് സിൻ എന്ന് പോലുമല്ല, യെറ്റ് വിത്തൗട്ട് സിൻ, പാപം കൂടാതെ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമല്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, നമ്മുടെ എല്ലാ പരീക്ഷകളിലും കർത്താവ് നമുക്ക് തുല്യമായി തന്നെ ഒരു മനുഷ്യൻ നേരിടുന്ന പോലെ അവൻ്റെ മനുഷ്യത്വത്തിൽ പൂർണ്ണമായി നേരിട്ടു. അവിടെ എല്ലാം ജയിക്കുകയും ചെയ്തു. ദൈവത്വം അതിനായി അവൻ ഉപയോഗിച്ചില്ല. പക്ഷെ അവൻ മനുഷ്യത്വത്തിൽ അത് നേരിടുന്ന ഒരു സെക്കൻഡിൽ പോലും അവൻ്റെ ഹൃദയത്തിലോ ഉള്ളിലോ പാപം കരുതപ്പെട്ടിട്ടില്ല. ഡിഡ് നോട്ട് സിൻ എന്ന് പറയുമ്പോഴുള്ള പ്രോബ്ലം, അവൻ ചിന്തിച്ചു, ആലോചിച്ചു, നോക്കി, വേണ്ട, ചെയ്തില്ല എന്ന് തീരുമാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൃദയത്തിൽ പാപം വന്നോ ഇല്ലയോ? പ്രിയ സഹോദരങ്ങളെ, ഇതിനകത്ത് വലിയൊരു പ്രോബ്ലം ഉള്ളത്, ഈ സാക് പുന്നൻ്റെ ടീച്ചിങ്സിൽ വരുന്ന ആളുകൾ മിക്കവാറും വരുത്തുന്നൊരു കൺഫ്യൂഷനാണിത്. ഞാനിങ്ങനെ സാക് പുന്നനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ എനിക്കൊരു കത്തയച്ചു, നിങ്ങൾ എന്തിനാണ് സാക് പുന്നനെ വിമർശിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും പുള്ളി വിമർശിച്ചിട്ടില്ല. പുള്ളി പറയുന്ന ഒരു ടീച്ചിങ്ങിനെ മാത്രം ആണ് എടുത്ത് കാണിക്കുന്നത്. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഡ് നോട്ട് സിൻ എന്ന് മാത്രം അവർ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പം അവർ ചിന്തിക്കുന്നത് നമ്മളെപ്പോലെ ലൈംഗിക വികാരങ്ങൾ, അതുപോലെ മോഷ്ടിച്ചാലോ എന്നുള്ള വികാരം, ഇതെല്ലാം കർത്താവ് ഉള്ളിൽ വന്നു, വേണ്ടെന്ന് വെച്ചു. അങ്ങനെ യുദ്ധം ചെയ്ത് കർത്താവ് അവസാനം പാപമില്ലാതെ ജീവിച്ചു. അതുപോലെ നിങ്ങളും യുദ്ധം ചെയ്ത് കരഞ്ഞും നിലവിളിച്ചും. അപ്പോൾ യേശു നമുക്ക് രക്ഷകനല്ല, യേശു നമുക്കൊരു ഉദാഹരണം മാത്രമാണ്. എങ്ങനെയാണ് പാപത്തെ ജയിക്കേണ്ടതെന്ന് യേശുവിനെ നോക്കി പഠിച്ച് അതുപോലെ അനുസരിക്കാം. എന്നാൽ ഇവിടെ അങ്ങനല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമുക്കായി അർപ്പിക്കപ്പെട്ട പുരോഹിതൻ പാപം കൂടാതെ അർപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, പാപം ചെയ്യാതെ എന്നല്ല, പാപം അവനിൽ തൊടാതെ, പാപം അവനെ സ്പർശിക്കാതെ അവൻ ഒരു തികഞ്ഞ പുരോഹിതനായി, തികഞ്ഞ യാഗവസ്തുവായി. അപ്പോൾ പുരോഹിതനും യാഗവസ്തുവും ഒരാളാണ്.
പുരോഹിതൻ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ അവൻ്റെ തന്നെ ശരീരത്തെയാണ് യാഗമായിട്ട് അർപ്പിക്കുന്നത്. അതിനകത്ത് ഒരു ഊനവുമില്ല. അപ്പോൾ പിശാചിൻ്റെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു വിടുമ്പോൾ, യേശുവിനെ പറഞ്ഞു വിടുമ്പോൾ പിശാചിനോട് പറയുന്നത്, കഴിയുമെങ്കിൽ ഇവനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാനല്ല, നീ നോക്ക് ഞാൻ ഒരുക്കി വച്ചിരിക്കുന്ന യാഗവസ്തു ഇതെങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാനാണ് വിട്ടുകളയുന്നത്. ഇറ്റ്സ് ആക്ച്വലി എ ടെസ്റ്റിംഗ് ഓഫ് ഹൂ ക്രൈസ്റ്റ് ഈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, യെറ്റ് വിത്തൗട്ട് സിൻ. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ആകാശത്തിൽ കൂടി കടന്നുപോയൊരു മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ അവൻ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് അവൻ എന്തുള്ളത്, നമ്മളോട് സിമ്പതിയുള്ളത്. ഇത്രയും മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് അവന് നമ്മളോട് സിമ്പതിയുള്ളത്? നമ്മളെപ്പോലെ ബലഹീനരായതുകൊണ്ടല്ല, നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ്. എന്നാൽ 5:1 വായിച്ചു നോക്കി. 5:1 മുതൽ, മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന ഏതു പുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗങ്ങളും അർപ്പിപ്പാൻ ദൈവകാര്യത്താൽ മനുഷ്യർക്ക് വേണ്ടി നിയോഗിക്കപ്പെടാം. മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന ഏതു പുരോഹിതനും എങ്ങനെയാ പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്കായി നിയമിക്കപ്പെടുന്നു. അടുത്ത വാക്യം, ഇത് കണ്ടോ, ഇതാണ് വ്യത്യാസം. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ആകാശത്തോടെ പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയണം, മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന പുരോഹിതൻ്റെ പ്രത്യേകത അവൻ ബലഹീനതയുള്ളവനാണ്. അതുകൊണ്ട് അവർക്കും എന്തുണ്ട്, സഹതാപമുണ്ട്. ആരോട്? വഴിതെറ്റിപ്പോകുന്നവരോടും അറിവില്ലാത്തവരോടും. ആർക്ക് സഹതാപമുണ്ട്? മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന പുരോഹിതന് സഹതാപമുണ്ട്. എന്തുകൊണ്ടുണ്ട്? അവനും അതുപോലെ തന്നെയാണ്. ഞാൻ അമ്മാവൻ്റെ കഥ പറഞ്ഞ ഓർമ്മയുണ്ടോ? അമ്മാവൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, വന്ന് കയറിയല്ലോ, ഇതൊക്കെ ആ സഹോദരിയുടെ ഉള്ളിൽ കൂടെ പോകുമെന്ന് എനിക്കെങ്ങനെ മനസ്സിലാകുന്നത്? എനിക്കും അങ്ങനത്തെ ഒരു മനസ്സുണ്ട്, അതുകൊണ്ടാണ് മനസ്സിലാകുന്നത്. നമ്മൾ ഓരോരുത്തരുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്ന എക്സാമ്പിൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോയില്ല, ഇതെങ്ങനെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഈ മനുഷ്യൻ അറിഞ്ഞു എന്ന്. ആ മനുഷ്യൻ്റെ തന്നെ ഈ മനുഷ്യനും എല്ലാം കണക്കാ. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എന്താ അങ്ങനെ ചിന്ത വന്നതെന്ന് എനിക്കറിയാം, കാരണം ഞാനും അതേ ബലഹീനതകളുള്ളവനാണ്. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന ഏത് പുരോഹിതനും എന്തുണ്ട്? അവർക്ക് സിമ്പതിയുണ്ട്. എങ്ങനെ സിമ്പതി ഉണ്ടായത്? ഇവനും അതേ സാധനം തന്നെയാണ്, ഇവനും ബലഹീനൻ തന്നെയാണ്. അപ്പോൾ ബലഹീനന്മാരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സിമ്പതി ഉള്ളവരാണ് മഹാപുരോഹിതനായിട്ട് നിയമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി മധ്യസ്ഥ അണയ്ക്കുമ്പോൾ ഓർത്തോ, പുരോഹിതൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ, മഹാപുരോഹിതൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഈ രാജകീയ പുരോഹിതവർഗമായിട്ട് നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോ, അവനോട് കരുണയും സഹതാപവും ഇല്ല, ഉള്ളിൽ ദേഷ്യവും വൈരാഗ്യമാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല. കാരണം ഏത് ഇടിവിൽ നിൽക്കുന്നവനുണ്ടാകേണ്ട ഇടിവിൽ നിൽക്കുന്ന ക്രിസ്തു മാത്രമേ ഉള്ളൂ നമുക്കറിയാം. വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും മിനിമം കാര്യം എന്ന് പറയുന്നത് അവനോടൊരു സിമ്പതിയാണ്. ആ സിമ്പതിയിൽ നിന്നല്ലാത്ത ഒരു പ്രാർത്ഥനയും കർത്താവ് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ടും അംഗീകരിക്കാൻ പോകുന്നില്ല. നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നരേന്ദ്രമോദിയോട് സിമ്പതിയും സ്നേഹവും ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കരുത്, ഒരു പ്രയോജനമില്ല. അപ്പോൾ മനുഷ്യരുടെ എടുക്കുന്ന പുരോഹിതൻ മനസ്സിലാക്കണം, ഞാനും അവനെ പോലെ ബലഹീനനാണ്. അതുമാത്രമല്ല, അടുത്ത വാക്യം, താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോട് സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും. അടുത്ത വാക്യം, ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനുമാകുന്നു. യേശു ആണല്ലോ വിത്തൗട്ട് സിൻ എന്ന് എഴുതിയേക്കുന്നത് അല്ലേ? മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന പുരോഹിതനോ വിത്ത് സിന്ന. അപ്പോൾ അവൻ പാപയാഗം അർപ്പിക്കുമ്പോഴും യേശുക്രിസ്തു പാപയാഗം അർപ്പിക്കുമ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയോ? ബലഹീനത പൂണ്ടവനാകിയാൽ മനുഷ്യൻ ഈസ് വിത്ത് സിൻ. അപ്പോൾ അവൻ പാപയാഗം അർപ്പിക്കുമ്പോൾ അവൻ്റെ പാപം അർപ്പിക്കണം, ജനത്തിന് വേണ്ടി അർപ്പിക്കണം. പക്ഷേ യേശുക്രിസ്തു പാപയാഗം അർപ്പിക്കുമ്പം ആർക്ക് വേണ്ടി മാത്രം അർപ്പിച്ചാൽ മതി? മനുഷ്യർക്ക് വേണ്ടി മാത്രം അർപ്പിച്ചാൽ മതി. മനസ്സിലായോ? ഇനി ആ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് ശ്രദ്ധിച്ചേ, ഏത് മരണത്തെയാണ് കർത്താവ് ഭയപ്പെട്ടതെന്ന് ഒന്നാലോചിച്ച് നോക്കി. ഒന്നുകൂടെ വായിച്ച് നോക്കി. 7:8 5:7-8. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഇതൊരു മഹാപുരോഹിത പ്രാർത്ഥനയാണെന്ന് മനസ്സിലായോ? ഈ മഹാപുരോഹിതൻ്റെ അപേക്ഷയിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം വായിക്കുമ്പോൾ ഇത് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മഹാപുരോഹിതൻ്റെ അപേക്ഷയിൽ മഹാപുരോഹിതനല്ല, നമ്മളാണ് ഉള്ളത്. ഈ യോഹന്നാൻ്റെ 17 ശ്രദ്ധിച്ച് നോക്കി. ആദ്യത്തെ 5 വാക്യങ്ങളിൽ കർത്താവിനെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിനെക്കുറിച്ച് അതിനുള്ള പ്രാർത്ഥനയാണ്. അവിടെ മെയിനായിട്ട് ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. യോഹന്നാൻ 17:5 വായിച്ചേ, മഹാപുരോഹിതൻ്റെ പ്രാർത്ഥന. അത് ഒരു പ്രാർത്ഥന. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുൻപേ എനിക്ക് നിൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നീ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ ലോകമുണ്ടാകുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചെന്നറിയോ? ഈ കർത്താവ് ആ മഹത്വം മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇപ്പോൾ തിരിച്ച് ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, ലോകമുണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് പിതാവിൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നീ മഹത്വപ്പെടും. 22-ാം വാക്യം വായിച്ചേ.
നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം അതേത് മഹത്വമാണ്? രണ്ട് മഹത്വം കണ്ടോ? ഈ മഹത്വം എന്ന വാക്ക് ശ്രദ്ധിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ണുനീരോടല്ലാതെ ഹൃദയം തകർന്നല്ലാതെ വായിക്കാൻ പറ്റില്ല. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തെന്താന്ന്. അവൻ ആ മഹത്വം ഇറക്കി വെച്ച് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, അവനെ കാണുന്നവർ അവൻ മഹത്വത്തോടെ ഇറങ്ങി വന്നിരുന്ന ബോധം കിട്ടി വീഴുമായിരുന്നു. അതുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ്റെ മഹത്വത്തെ എങ്ങനെ വെളിപ്പെടുത്തിയെന്നറിയാമോ? എങ്ങനെ വെളിപ്പെടുത്തിയത്? കൃപയും സത്യവും നിറഞ്ഞവനായിട്ടാണ് വെളിപ്പെടുത്തിയത്. യോഹന്നാൻ 1:14 പറയുന്നു. ഇംഗ്ലീഷിൽ വായിക്കും. യോഹന്നാൻ 1:14 ഇംഗ്ലീഷും കൂടെ ചേരുന്ന വെർഷൻ ആരെങ്കിലും ഇംഗ്ലീഷിൽ വായിക്കും. 4:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് അപ്പോൾ പിതാവിൽ ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഇംഗ്ലീഷ് വായിക്കാം. ആൻഡ് ദ വേർഡ് വാസ് മെയ്ഡ് ഫ്ലഷ്, വചനം ജഡമായി തീർന്നു, ആൻഡ് ഡ്വെൽറ്റ് എമംഗ് അസ്, ഞങ്ങളുടെ ഇടയിൽ പാർത്തു, ആൻഡ് വി ബിഹെൽഡ് ഹിസ് ഗ്ലോറി, ഞങ്ങൾ അവൻ്റെ തേജസ്സിനെ കണ്ടു, ദ ഗ്ലോറി ആസ് ഓഫ് ദി ഓൺലി ബിഗോട്ടൻ ഓഫ് ദ ഫാദർ, പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു, ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. എങ്ങനെയാണ് തേജസ് കണ്ടത്? കൃപയും സത്യവും നിറഞ്ഞതായിട്ടാണ് കണ്ടത്. ഈ ബ്യൂട്ടി എന്താണെന്നറിയോ? കൃപയുടെയും സത്യത്തിൻ്റെയും ബ്യൂട്ടി. ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞു, ശരിയും സത്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരി എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. 1996 ജനുവരി 1 ഞാൻ CMS കോളേജിൽ പഠിക്കുന്ന സമയമാണ്. എനിക്ക് ഓർമ്മയുണ്ട് ശരിക്കും. പഴയ കാര്യങ്ങൾ ഓർമ്മയുള്ളൂ, പുതിയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ദ ഹിന്ദു ന്യൂസ് പേപ്പർ, അത് അന്ന് എൻ്റെ ഒരു പ്രാണവായുമായിരുന്നു. 92 തൊട്ട് വായിക്കാൻ തുടങ്ങിയൊരു സാധനം അത്. ഈ ജനുവരി 1 അവർക്ക് ഫോളിയോ എന്നും പറഞ്ഞൊരു കൾച്ചറൽ മാഗസിൻ, അതിൻ്റെ ഫ്രണ്ട് പേജിലൊരു കഥയുണ്ടായിരുന്നു. ആ കഥ ഇതാണ്. ഒരു ബ്രാഹ്മിൻ പെൺകുട്ടി, പക്കാ വെജിറ്റേറിയൻ, വീട്ടിലാണെങ്കിൽ നോൺ വെജിൻ്റെ കാര്യം പറഞ്ഞാൽ ലിറ്ററലി വൊമിറ്റ് ചെയ്യുന്ന അത്ര സീരിയസ് വെജിറ്റേറിയൻ. പക്ഷേ കൂട്ടുകാരുടെ കൂടെ പോയിരുന്ന് സുഖമായിട്ട് ചിക്കനും ബീഫും കഴിക്കും, ഒരു കുഴപ്പമില്ല. മനസ്സിലായത് എന്താ പരിപാടിയെന്ന്? അവിടെ അത് ശരി, ഇവിടെ ഇത് ശരി. ഹിന്ദുക്കൾക്ക് ഇതിന് ഭയങ്കര അഡാപ്റ്റേഷനാണ്. അവർക്ക് ഈ കമ്പാർട്ട്മെൻറ്റിൽ ജീവിക്കാൻ അറിയാം. ശങ്കർദയാൽ ശർമ്മ അന്ന് പ്രസിഡൻ്റാണ്. ഫിസിക്സ് വിഭാഗം അലഹബാദ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ്. ശാസ്ത്രവും നക്ഷത്രങ്ങളും യൂണിവേഴ്സിനെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ആളാണ്. ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കും രാവിലെ, വൈകിട്ട് വന്ന് സത്യസായിബാബയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണാമം ചോദിച്ചു, നീയാണ് എൻ്റെ ദൈവം എന്ന് പറയും. നോ പ്രോബ്ലം. അവർക്കതൊരു പ്രശ്നമല്ല. രാവിലെ പഠിപ്പിക്കുന്ന കമ്പാർട്ട്മെൻറ്റിൽ അത് അവിടെ ശരി, ഇയാളെ കാണുമ്പോൾ വീഴുന്ന ഇവിടെ ശരി. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റിൽ ജീവിക്കാൻ വളരെ വശമുള്ളവരാണ് പണ്ട് തൊട്ടേ ഹൈന്ദവർ. ഇന്നിപ്പോൾ എല്ലാവരും അത് പഠിച്ചു. ആ ട്രിക്ക് പ്രാർത്ഥിക്കേണ്ടപ്പോൾ നമ്മൾ ഭയങ്കര പ്രാർത്ഥനയാണ്. പക്ഷെ അത് ഏതെങ്കിലും കമ്പാർട്ട്മെൻറ്റ് രാവിലെ ബൈബിൾ വായിച്ചു, ഓ ഇന്നിപ്പോൾ അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ കർത്താവ് സഹായിച്ചു ബ്രദറെ, കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചു, സമാധാനം, ഇനി നാളെ വരെ ഫ്രീ ആയി. ആ കമ്പാർട്ട്മെൻറ്റ് അടച്ച് ക്ലോസ് ആക്കി നമ്മൾ വെളിയിറങ്ങി. ഇനി ബൈബിൾ തൊടുന്ന പ്രശ്നമില്ല, ബൈബിളിന് നാളെ രാവിലെ. ഇതാണ് ഈ കമ്പാർട്ട്മെൻ്റലൈസ്ഡ് ലിവിങ് എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ ആ 1 മണിക്കൂറിൽ ഒന്നും വേണ്ടല്ലേ. അതിന് വേറൊരു തമാശ ഞാൻ പറയാം. നമ്മൾ 3 സുവാസ പ്രാർത്ഥനയൊക്കെ എടുത്തിട്ട് ആ കർത്തൃമേശ കഴിഞ്ഞിട്ട്, ഇവിടെ അങ്ങനെയാണെന്ന് അറിയാൻ മേല, ഇപ്പോൾ ഒത്തിരി ചർച്ചിലും അങ്ങനെയാണ്, ഉപവാസം എടുക്കാതെ കർത്തൃമേശ എടുക്കാറില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ചെല്ലുന്ന ഉടനെ പിള്ളേർ TV വെച്ചെന്ന് വിചാരിച്ചു. പാപ്പനെ പറയും, എടാ ചർച്ചിൽ നിന്ന് വന്നേ ഉള്ളൂ, ഓഫ് ചെയ്യടാ. കാരണം ഹാങ് ഓവർ മാറിയിട്ടില്ല ഇതിൻ്റെ. പിന്നെ ഒരു 5 മണിയാകുമ്പോൾ ഇവർ തന്നെ എന്ന് TV ഓൺ ചെയ്യും. അപ്പോൾ ഹാങ് ഓവർ മാറി. കാരണം ഒരു പീരീഡിൽ നിന്ന് മറ്റേ പീരീഡിലോട്ട് കയറാനുള്ളൊരു ട്രാൻസിഷൻ, ഒരു ചെറിയ പ്രോബ്ലം നമുക്കുള്ളൂ. വിൽ അഡ്ജസ്റ്റ് വെരി ഫാസ്റ്റ്. സത്യമാണോ ഞാൻ പറയുന്നത്? ഇതെല്ലാം നമ്മുടെ പ്രാണനിലുള്ള ജീവിതത്തിൻ്റെ തന്ത്രങ്ങളാണ്. നമ്മൾ ആത്മീകരാണ് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും. പക്ഷേ ശരിക്കും ഒരു കമ്പാർട്ട്മെൻറ്റിൽ മാത്രമേ ആത്മീകതയുള്ളൂ. അത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പം നമ്മൾ ഈ ലോകത്തെ എൻജോയ് ചെയ്യുന്ന സാധാരണ മനുഷ്യരാണ്. ഞാൻ പറഞ്ഞതൊക്കെ ഈ നാട്ടിൽ സത്യമായിരിക്കുമല്ലേ? സത്യം. പിന്നെ ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ സത്യം എന്ന് പറയുന്നത്, അവൻ ഒരിക്കലും ഒരു കാര്യം പറഞ്ഞാൽ അത് അവിടെയും ഇവിടെയും എല്ലായിടത്തും ഒരുപോലെ സത്യമായിരിക്കും. അതിൻ്റെ പ്രത്യേകത
അതാണ് തേജസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓൾവേസ് സ്പീക്സ് ദ ട്രൂത്ത്, നോട്ട് ജസ്റ്റ് ദ കറക്റ്റിംഗ്. 2, കൃപ നിറഞ്ഞിരുന്നത്. കൃപ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആർക്ക് പറയാം? യേശുവിൽ കൃപ നിറഞ്ഞിരുന്നു പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും? ഞാൻ പറയും, യേശുവിൽ കൃപ നിറഞ്ഞിരുന്നു. കൃപയുടെ അർത്ഥം അർഹിക്കാത്ത ദാനം. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ. യേശുവിൽ എന്ത് നിറഞ്ഞിരുന്നു? അർഹിക്കാത്ത ദാനങ്ങൾ നിറഞ്ഞിരുന്നു എന്നല്ലേ കൃപ നിറഞ്ഞിരുന്നു പറയുമ്പം? അങ്ങനെ പറയുന്നില്ലോ. യേശുവിൽ കൃപയും സത്യവും നിറഞ്ഞിരുന്നു. അപ്പോൾ യേശുവിൽ എന്ത് നിറഞ്ഞിരുന്നു? അർഹിക്കാത്ത ദാനങ്ങളും. അപ്പോൾ യേശുവിൽ നിറഞ്ഞിരുന്ന അർഹിക്കാത്ത ദാനങ്ങളാണോ? എന്തോ പ്രശ്നമുണ്ടല്ലോ ഇതിനകത്ത്. ഈ കൃപ എന്നുള്ള വാക്കിന് അർഹിക്കാത്ത ദാനം എന്നുള്ളൊരർത്ഥമുണ്ട്. അതാണ് ശരിക്കും വേദശാസ്ത്രപരമായ അർത്ഥം. കാരണം നമ്മൾ സ്വർഗത്തിൽ ചെന്നാലും നമുക്കതിന് അർഹതയൊന്നുമില്ല. പിന്നെ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് നമ്മളവിടെ ചെന്നിരിക്കുന്നത്. അത് എന്നും അങ്ങനെ ആയിരിക്കും ചെയ്യും. ആ അർത്ഥത്തിന് ഒരു മാറ്റം ഒരിക്കലും വരുന്നില്ല. എന്നാൽ കൃപ എന്ന വാക്കിന് വേറൊരർത്ഥവും കൂടെ ഉണ്ട്. ആ അർത്ഥം എന്താണ്? ഗ്രേസ് എന്നതിൻ്റെ മലയാളം. ചിലപ്പോൾ നമ്മളിങ്ങനെ പറയല്ലേ, എൻ്റെ ബ്രദറേ ആ മനുഷ്യൻ്റെ പാട്ട് എന്തൊരു കൃപയാണ് എന്ന് പറയുന്നത്. എൻ്റെ ബ്രദറേ ആ മനുഷ്യൻ്റെ പാട്ട് എന്തൊരു അർഹിക്കാത്ത ദാനമാണ്. അങ്ങനെയാണോ? അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? എന്ത് കൃപയുള്ള സംസാരം. എന്തർത്ഥം? എന്തർഹിക്കാത്ത ദാനമുള്ള സംസാരം എന്നാണോ? ആണോ? ഓ, ആ ആൾ നോക്കി എന്ത് കൃപയാ മനുഷ്യന് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എന്തർഹിക്കാത്ത ദാനമാണ്. അങ്ങനെയാണോ? ആ കുട്ടി നടക്കുന്ന കണ്ടോ, എന്ത് ഗ്രേസ്ഫുള്ളാ, എന്ത് ഗ്രേസാ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എന്തൊരു ഗ്രേസാന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പറഞ്ഞോ, സത്യമോ? അർഹിക്കാത്ത ദാനം അല്ല അവിടുത്തെ അർത്ഥം. എന്താ? എന്ത് മനോഹരമെന്നാ. ഈ ഗ്രേസ് എന്ന് പറയുന്നതിൻ്റെ മനോഹരം ഒരു വ്യത്യാസമുണ്ട്. അത് ലോകത്തിൻ്റെ മനോഹരത്വം അല്ല, അത് സ്വർഗീയമായൊരു മനോഹരത്വമാണ്, ഒരു ആകർഷകത്വമാണ് ഗ്രേസ്, കൃപ. യേശുവിലൊരു ഭയങ്കര ആകർഷകത്വമുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ തേജസ്സിനെ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ കൃപയായിട്ടാണ് നമുക്ക് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജനം മുഴുവൻ ഇവൻ്റെ ഈ കൃപയിലേക്ക് ഭയങ്കരമായി പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ആകർഷണം തോന്നാത്ത കണ്ണുകൾക്ക് അവനൊരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു പ്രത്യേകതയും ഇല്ലാത്തൊരു സാധാരണ മനുഷ്യൻ. എന്നാൽ വിളിക്കപ്പെടുന്നവർക്ക് അവൻ ആരായിരുന്നു? ഞങ്ങൾ കണ്ടതൊരു സാധാരണ മനുഷ്യനെ അല്ല, ഞങ്ങൾ കണ്ടത് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ് ആണ് ഞങ്ങൾ അവൻ്റെ കൃപയിലൂടെ കണ്ടതെന്ന്. അപ്പോൾ യേശു ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഒരു മനോഹരത്വം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ വാക്കുകൾക്കൊരു മനോഹരത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3 ദിവസം ഒരു ഉറക്കം വിളിച്ച് ആഹാരം കഴിക്കാതിരുന്ന് കർത്താവ് പറയുന്നത് കേട്ടോണ്ടിരുന്ന് അത്ര മനോഹരമായിരുന്നു. ഞാൻ 2 മണിക്കൂർ കൂടുതൽ നീട്ടിയാൽ നിങ്ങൾ കസേര എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കി വയ്ക്കും, ബാഗൊക്കെ എടുക്കും, ബൈബിൾ മടക്കും. അത്ര പറ്റുള്ളൂ എന്നെക്കൊണ്ട്. പക്ഷെ ക്രിസ്തു സംസാരിക്കുമ്പം ഒരു ഭയങ്കര കൃപയുടെ ഒഴുക്ക, എത്ര കേട്ടാലും മതിയാവില്ല. അവൻ്റെ അടുത്തൊരു ശിഷ്യന് എത്ര ഇരുന്നാലും മതിയാവില്ല. അതൊരു കൃപയാണ്. പത്രോസ് പറയാണ്, ആ കൃപയുടെ ഒരു ദർശനം കിട്ടിയപ്പം പറയാണ്, നമുക്ക് ഈ മറുരൂപമല്ല, ഇവിടെ നിന്ന് ഇറങ്ങണ്ട, കാരണം നിൻ്റെ തേജസ് ഞങ്ങൾ കണ്ടുകൊണ്ട് ഇവിടെ തന്നെ നമുക്കൊരു കുടിൽ കിട്ടി, നിനക്കും ഏലിയാവിനും മോശയ്ക്ക് ഓരോന്നിരിക്കട്ടെ, ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം, ചുരുണ്ട് കുടിക്കോളാം, പക്ഷേ മലയിൽ നിന്ന് ഇറങ്ങണ്ട, കാരണം അതൊരു ഭയങ്കര അവസ്ഥയാണ്. അപ്പം കർത്താവിൻ്റെ കൃപ, അവൻ്റെ മനോഹരത്വം, ഈ മനോഹരത്വമുള്ള കർത്താവാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് കർത്താവ് പറയാണ്, 16 വാക്യം വായിച്ചു നോക്കിയോ, 1:16, യോഹന്നാൻ 1:16, അവൻ്റെ കൃപയുടെ നിറവിൽ നിന്ന്, അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപയുടെ മേൽ കൃപ ലഭിച്ചിരിക്കും. അപ്പോൾ ഈ കൃപയുടെ മേൽ കൃപ എന്ന് പറഞ്ഞാൽ എന്താ? കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കുന്നതനുസരിച്ച്, നമ്മൾ ക്രിസ്തു നമുക്ക് പകരക്കാരനായി വരുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? അവൻ്റെ നിറഞ്ഞ ധനത്തിൽ നിന്ന് നമ്മളിലേക്ക് ആ മനോഹരത്വം വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആളുകളെ നോക്കുമ്പം, ചിരിക്കുമ്പം, സംസാരിക്കുമ്പോൾ, കെട്ടിപ്പിടിക്കുമ്പോൾ, വർത്തമാനം പറയുമ്പോഴെല്ലാം ആ കർത്താവിൻ്റെ കൃപയുടെ ഒരു നിറവ് അവർക്ക് അനുഭവിക്കാൻ പറ്റും.
ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതെങ്ങനെ വരുന്നതെന്നറിയോ? ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് പറയുമ്പോഴാണ്. അമ്മാവൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി. അമ്മാവനെ ഓർത്തിട്ട് എനിക്ക് വിഷമമില്ല, ആ കൊച്ചിനെ ഓർത്തിട്ടാണ് വിഷമം. അവൾ അമ്മാവനെ ഉപദേശിച്ച് പറഞ്ഞു വിടുന്നത് വഴി നഷ്ടപ്പെടുത്തി എന്താണെന്നറിയോ? യേശുവിനെ പോലെ ആകാനുള്ള ആ കൃപയാണ്. ഇനി അടുത്ത ചാൻസ് ചിലപ്പോൾ ദൈവം അവൾക്ക് കൊടുക്കുമായിരിക്കും. പക്ഷേ നഷ്ടം ഈസ് ഓൾവേസ് എ നഷ്ടം. അത് തേജസ്കരിക്കപ്പെടുമ്പോൾ മനസ്സിലാവും. ഈ കൃപ പിന്നെയും തേജസ്സായി വരും. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് അന്ന് ഇത് വെളിപ്പെട്ട് വരുമ്പം ഈ കൃപയുടെ അത്രയും ഷോർട്ടേജ് അവിടെ നമുക്ക് നാണക്കേട് ഉണ്ടാക്കും, നമുക്ക് വിഷമം ഉണ്ടാക്കും. കർത്താവേ, ആ സമയത്തും കൂടെ നീ എനിക്ക് പകരക്കാരനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും. ഓരോ സമയത്തും കർത്താവല്ല, ഞാൻ ജീവിക്കുമ്പോൾ, ഞാൻ എൻ്റെ ഭാര്യയോട് ആർഗ്യൂ ചെയ്തൊരു യുദ്ധം ജയിക്കുമ്പോൾ എനിക്ക് ഒരു ആർഗ്യുമെൻ്റ് ഞാൻ ജയിക്കും, പക്ഷേ ആ കൃപ അത്ര അവിടെ കുറയും. ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വം, നമുക്ക് തന്നിരിക്കുന്ന മഹത്വം ഇന്ന് നമ്മളിൽ കൃപയായി നിറയുകയും നാളെ ഇത് തേജസ്സായി വെളിപ്പെടുകയും ചെയ്യും. അപ്പോൾ എന്തുമാത്രം തേജസ് നമ്മൾ പ്രാപിക്കുന്നുള്ളത് കർത്താവിൻ്റെ ജീവനെ നമ്മൾ എന്തുമാത്രം ഇവിടെ അനുഭവിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. ഇതാണ് നമ്മൾ അവനിൽ നിന്ന് പ്രാപിക്കാൻ പോകുന്ന പ്രതിഫലം. ആ തേജസ്കരണത്തിലേക്ക് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ, കർത്താവേ നിന്നെപ്പോലെ ആകാൻ ഞാൻ ഞരങ്ങുന്നു. ആ ഞരക്കം അപ്രത്യാശ നമ്മൾ പറഞ്ഞല്ലോ. എവിടെയെല്ലാം തേജസ്സിനെ കുറിച്ച് പറയുന്നു അവിടെയെല്ലാം അപ്പോസ്തലൻ പ്രത്യാശയെക്കുറിച്ചാണ് പറയുന്നത്. തേജസ്സിൻ്റെ പ്രത്യാശ, മഹത്വത്തിൻ്റെ പ്രത്യാശ. ഞങ്ങൾ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. എന്തിൻ്റെ പ്രത്യാശയില്ല? ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. എവിടെയെല്ലാം തേജസ് എന്ന് പറയുന്നു അവിടെയെല്ലാം ഈ ഞരക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവേ, ഞാനല്ല, നിൻ്റെ ആ ശരീരത്തിൻ്റെ ആ ഒരു തേജസ്സിലേക്ക് നീ എന്നെ നടത്തണമേ എന്ന് പറയുന്ന ആ ഒരു ഞരക്കമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവികമായ ആ തേജസ്സിലേക്ക് നമ്മളെ നടത്തുന്ന പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തുവിൻ്റെ തേജസ് നമ്മളിലേക്ക് പകർത്തപ്പെടുന്നത് പ്രത്യാശയിലൂടെയാണ്. ഓക്കെ, പ്രത്യാശയിലൂടെയാണ്. അപ്പോൾ അവനിൽ നമ്മൾ കൃപയുടെ മേൽ കൃപ പ്രാപിച്ചത് കുറച്ചുകൂടെ വിശദീകരിക്കേണ്ട കാര്യമാണ്. കൃപയുടെ മേൽ കൃപ പ്രാപിച്ചപ്പോൾ കർത്താവിടെ 17:22 പറയാണ്, നീ എനിക്ക് തന്നിട്ടുള്ള ഏകജാതൻ്റെ തേജസ് മുഴുവൻ ഞാൻ എന്ത് ചെയ്തിരിക്കുക? ഈ മക്കൾക്ക് കൊടുത്തിരിക്കുക. ഞാൻ ആരെല്ലാം തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർക്കെല്ലാം അത് വീതം വെച്ച് കൊടുത്തു കഴിഞ്ഞു. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ആർക്കെല്ലാം വേണോ അവർക്കെല്ലാം എടുക്കാൻ തക്കവണ്ണം അവൻ സമ്പന്നനാണ്. ആരെല്ലാം ദൈവത്തോട് ചോദിക്കുന്നു അവരെല്ലാം നിറയ്ക്കാൻ തക്കവണ്ണം കർത്താവ് സമ്പന്നനാണ്. അവൻ വളരെ കഷ്ടപ്പെട്ട് വിയർത്ത് അധ്വാനിച്ച് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ധനം, അതിൻ്റെ പങ്കാളിത്തം നമ്മൾ നിഷേധിക്കുമ്പോൾ നമുക്ക് വലിയ നഷ്ടമാണ് നിത്യതയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാം. കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് കർത്താവിൻ്റെ പ്രാർത്ഥന ആർക്ക് മാത്രം വേണ്ടിയുള്ളതാണ്? 5-ാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന ഈ ലോകത്തെക്കുറിച്ചല്ല, നിത്യതയെക്കുറിച്ചാണ്. എന്നാൽ അത് കഴിഞ്ഞുള്ള വാക്യങ്ങൾ തൊട്ട് അവസാനം വരെ മഹാപുരോഹിതൻ്റെ പ്രാർത്ഥന മുഴുവൻ എന്തിനു വേണ്ടിയുള്ളതാ? മനുഷ്യർക്ക് വേണ്ടിയുള്ളതാ. അവൻ്റെ പാപം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. അവൻ ഈ യാഗത്തിൽ ഗുണഭോക്താവല്ല. മനസ്സിലാവുന്നുണ്ടോ? യേശു ക്രിസ്തു ഈ യാഗത്തിൽ ഗുണഭോക്താവല്ല. അവൻ ഇതിന് ആ യാഗത്തിൻ്റെ ബ്ലെസ്സിങ്സ് അവനുള്ളതല്ല. അവൻ ആർക്ക് വേണ്ടി അത് അർപ്പിക്കുന്നോ അവർക്കുള്ളതാണ് യാഗത്തിൻ്റെ ബ്ലെസ്സിങ്സ്. അവൻ അവിടെ യാഗമൃഗവും യാഗമർപ്പിക്കുന്ന പുരോഹിതനുമാണ്. അവൻ സ്വന്തം ശരീരത്തെയാണ് യാഗമായി അർപ്പിക്കുന്നത്. അപ്പോൾ കർത്താവ് കരയുന്നത് എങ്ങനെയായിരിക്കും? എന്തായിരിക്കും കരയുന്നത്? എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നൊരു മഹാപുരോഹിതൻ നിലവിളിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അച്ഛന്മാർ പള്ളിയിൽ നിന്ന് കുർബാന ഇല്ലെന്ന്? കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ പണ്ട് ഞാൻ ഓർത്തഡോക്സുകാരനായിരുന്നു. അപ്പോൾ ഓർത്തഡോക്സ് പള്ളിയിൽ അച്ഛൻ കുർബാന ചൊല്ലണമെങ്കിൽ എൻ്റെ പേരും കൂടെ ഇടയ്ക്ക് വായിക്കണമെങ്കിൽ 2 രൂപ 50 പൈസ എന്നത് ചാർജ്, കുർബാനയുടെ ചാർജ്. ഇന്ന് 25 രൂപ 50 രൂപയ്ക്ക് ആയിരിക്കും, അറിയത്തില്ല, അറിയാമോ? ഞാൻ പണ്ട് ഓർത്തഡോക്സ് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് 2 രൂപ 50 പൈസ കൊടുത്താൽ അച്ഛൻ കുർബാനയുടെ മധ്യത്തിൽ എൻ്റെ പേരും കൂടെ പറയും ദൈവത്തോട്. അപ്പോൾ പലരുടെ പേരിൽ കുർബാന നടത്താം, അല്ലേ? നമ്മൾ മരിച്ചുപോയ ആൾക്കാരുടെ പേര് എഴുതി കൊടുക്കും. അതും ഇടയ്ക്ക് അച്ഛനൊന്ന് പറയും ഇന്നാരുടെ കൊണ്ട്. അപ്പം ഇങ്ങനെ മഹാപുരോഹിതൻ പലർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പൂജാരി, ടെമ്പിളിലെ പൂജാരി ആയാലും പലർക്ക് വേണ്ടി ചെയ്യുന്നത്. അതിനിടയ്ക്ക് അച്ഛൻ അവസാനം തിരിഞ്ഞ് പാപിയായ എന്നോടും കരുണ കാണിക്കട്ടെ എന്ന് പറഞ്ഞൊരു ആശീർവാദം, ഞാൻ മറന്നുപോയി അതൊക്കെ. പാപിയായ എന്നോട് കരുണ കാണിക്കുമാറാകട്ടെ എന്നൊക്കെ പറഞ്ഞൊരു ആശീർവാദമുണ്ട്. അത്രയും എളിമ നമ്മുടെ പാസ്റ്റർമാർക്ക് ഇല്ല എന്നുള്ള വേറൊരു കാര്യം. അപ്പോൾ ഇവിടെ എല്ലാം യാഗം അർപ്പിക്കാൻ, നമ്മൾ യാഗം അർപ്പിക്കുന്നുമില്ല, യാഗം കർത്താവ് ഒരിക്കലായി നമുക്ക് വേണ്ടി അർപ്പിക്കുകയും ചെയ്തു, അല്ലേ? അപ്പോൾ ഈ യാഗം അർപ്പിക്കുന്ന പുരോഹിതനെ സംബന്ധിച്ച് അവനും ബലഹീനനാണ്. അതുകൊണ്ട് ബലഹീനനും പാപിയുമാകുന്ന ദാസൻ എന്ന് പുള്ളി പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ.
എല്ലാ പുരോഹിതനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് പേരെഴുതി പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന യാഗമർപ്പിക്കുന്നു, അവൻ്റെ ശരീരത്തെ യാഗമർപ്പിക്കുമ്പോൾ അതിൽ ആരുടെയെല്ലാം പേരുണ്ട്? ആരുടെയെല്ലാം പേരുണ്ട്? നമ്മൾ ഇത്രയും വായിച്ചുള്ളൂ. യോഹന്നാൻ 17:20 എന്തായിരുന്നു? 9 20 ഒന്ന് വായിച്ചേ. യോഹന്നാൻ 17:9 പിന്നെ 20. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരായതുകൊണ്ട് അവർക്ക് വേണ്ടി അത്ര അപേക്ഷിക്കുന്നത്. മഹാപുരോഹിതൻ പറയുന്ന കേട്ടോ. അപ്പോൾ 11 പേരേ ഉള്ളൂ അവിടെ. 20 വാക്യം വായിച്ചേ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഈ ഇരിക്കുന്ന 11 പേർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ യേശു ആരുടെ എല്ലാം പേരിൻ്റെ സ്ലിപ്പ് ദൈവത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്? ആരെല്ലാം വിശ്വസിക്കും അവരുടെ എല്ലാം പേര് ദൈവത്തിന് മുൻകൂട്ടി അറിയാം അല്ലേ? അവരുടെ എല്ലാം പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ എവിടെയോ 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 എൻ്റെ പേരുണ്ടായിരുന്നു. ഇപ്പം മനസ്സിലായോ പാസ്റ്റർമാർ നിങ്ങളുടെ പുറകെ നിന്ന് മാറാഞ്ഞ എന്താന്ന്? നിങ്ങളിവിടെ ഇരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? കാരണം കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ മനുഷ്യനെ രക്ഷപ്പെടുത്തണേന്ന് കർത്താവ് പ്രാർത്ഥിച്ചാൽ പിതാവ് രക്ഷപ്പെടുത്താതിരിക്കുകയില്ല. ആ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? ഈ അലറി വിളിച്ച് കരയുന്നത്. അവൻ ഭയപ്പെട്ട മരണം അവൻ്റെ മരണമല്ല, അവൻ മഹാപുരോഹിതനായി പ്രതിനിധീകരിക്കുന്ന എൻ്റെ മരണം ആണ് അവൻ തടയുന്നത്. ആണോ അല്ലയോ? ഇത്രയും പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അത് മതിയോ? അതായത് മഹാപുരോഹിതൻ അവന് വേണ്ടി അല്ല യാഗം അർപ്പിക്കുന്നത്, അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല, നമ്മൾ അവിടെ നിന്ന് തന്നെ തെളിയിച്ചു. അപ്പം ഞാനെന്ന് മഹാപുരോഹിതൻ പറഞ്ഞ് അവൻ്റെ ശരീരത്തെ കീറുമ്പോൾ, യാഗമർപ്പിക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താവ് അവനല്ല, അതിൻ്റെ ഗുണഭോക്താവ് അവൻ ആരുടെയെല്ലാം പേര് പിതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടോ അവരാണതിൻ്റെ ഗുണഭോക്താവ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ചെയ്സിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് അവൻ കരഞ്ഞുകൊണ്ടിരുന്നത്. ഞാനത് ഭാവനയെ കാണാറുണ്ട്. അതെന്തിനാ കർത്താവേ നീ എനിക്ക് വേണ്ടി ഇങ്ങനെ കരഞ്ഞെന്ന് ചോദിച്ചാലേ, എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ദൈവത്തിനൊരു ബലഹീനതയുണ്ട്. ആ ബലഹീനത മനുഷ്യൻ്റെ ബലത്തേക്കാളും വലുതാണ്. പക്ഷേ ആ ബലഹീനത എന്താണെന്നറിയോ? ആർക്ക് പറയാം? അത് എന്നോടുള്ള സ്നേഹമാണ്. എന്നെ ഈസിയായിട്ട് നരകത്തിലോട്ട് വിട്ടിട്ട് വേറെ കുറേ മനുഷ്യരെ സൃഷ്ടിക്കായിരുന്നു അനുസരണയുള്ളതിനെ. പക്ഷേ എന്താ, കർത്താവിന് എന്നോട് ഭയങ്കര ബലഹീനതയാണ്. ഇവനെ രക്ഷിച്ച് അടങ്ങുള്ളൂ, ജീവൻ പോയാലും വേണ്ടില്ല എന്ന് കർത്താവ് തീരുമാനിക്കാം. അവൻ അലറി കരയുന്നത് ചെയ്സിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പം വിചാരിക്കും ഞാനങ്ങ് കരഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാനൊരു പാപിയായ മനുഷ്യൻ നരകത്തിലേ പോവുള്ളൂ. ഞാൻ കരഞ്ഞ് 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 സ്വർഗത്തിൽ പോകുകയെന്ന് വിചാരിച്ചോ? എന്തുമാത്രം കരയേണ്ടി വരും? പിതാവിന് കരുണ തോന്നുന്നവരെയും കരഞ്ഞ് 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 നിലവിളിച്ച് കർത്താവിനെ സ്വർഗത്തിൽ, പാപിയാ. അത്രയും കരച്ചിൽ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. നമുക്ക് നരകമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പിള്ളേർ പോലും ചിരിക്കുകയുള്ളൂ, കരയിൽ. പണ്ടൊക്കെ പേരൻസ് പിള്ളേരെ പേടിപ്പിക്കാൻ പറയുമായിരുന്നു, യേശുപ്പച്ചൻ നരകത്തിൽ പിടിച്ചിടുമെന്നൊക്കെ. അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും ഇപ്പോൾ ആരും പറയാറുമില്ല. അങ്ങനെ പറഞ്ഞാലും വലിയ കാര്യവും ഇല്ല, പിള്ളേർക്ക് വലിയ പേടിയും ഇല്ല. കാരണം നരകത്തേക്കാൾ ഭയങ്കര സാധനങ്ങളാണ് ഇവർ വീഡിയോ ഗെയിമിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വലിയ പേടിയുമില്ല. തന്നിലെ സിനിമയും സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും ഇതിൻ്റെ ഒന്നും വിലയും മനസ്സിലാവില്ല. നിങ്ങൾ വിചാരിക്കും ഇത് കണ്ടാൽ എന്നാ കുഴപ്പമൊന്നും? കണ്ടാൽ കുഴപ്പമേ ഉള്ളൂ, ആണ് എൻ്റെ പ്രശ്നം. വല്ലപ്പോഴും നെത്തി നോക്കി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പാപമാണെന്നും അല്ല. പക്ഷെ കണ്ടാലുള്ള പ്രോബ്ലം, നമുക്ക് ഈ ലോകത്തിൽ മനുഷ്യൻ്റെ സഫറിങ് എല്ലാം ഒരു ഡ്രാമ പോലെ തോന്നുള്ളൂ. ഞാനൊരു ദിവസം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ചെറുപ്പത്തിലേട്ടോ. ഒരു ജീപ്പ്, ഞങ്ങൾ ഹൈറേഞ്ചിലാണ്, മുകളിലത്തെ റോഡിൽ നിന്ന് താഴത്തെ റോഡിലോട്ട് വന്ന് 2-3 കാരണം പറഞ്ഞ് താഴെ വീണു. അതിനകത്ത് ഒരു 5-6 പേരായിരുന്നു, കല്യാണ പാർട്ടിയായിരുന്നു. എനിക്കൊന്നും തോന്നില്ല, ഞാനിങ്ങനെ നോക്കിയിരിക്കുക, ഒരു വിഷമവും ഇല്ല, ഓടിച്ചെല്ലണം ഒന്നും തോന്നില്ല. അപ്പോഴെനിക്ക് മനസ്സിലായത്, ഇത് ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട് സിനിമയിലും ടി വിയിലും ഒക്കെ. പിന്നെ എന്ത് ഫീലിങ്? അന്ന് എനിക്ക് അത്രയും വിവരമില്ലായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിൻ്റെ മുമ്പിൽ, അടിമാലി ഏജ് ചർച്ചിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം അതിൻ്റെ മുകളിൽ നിന്ന്, അതിൻ്റെ റോഡിൻ്റെ മുകളിൽ നിന്ന് പറഞ്ഞാൽ താഴോട്ട് വന്നിരിക്കുന്ന ഒരു ജീപ്പ്. അതിനാർക്കും ഒന്നും പറ്റിയില്ല. പക്ഷെ ഇത് വീഴുമ്പോഴും ഒരു സിനിമ കാണുന്ന രസമേ ഉള്ളൂ. കാരണം ഇതിനകത്ത് സഫർ ചെയ്യുന്നവൻ്റെ വേദനയിലോട്ട് നമ്മൾ പോകുന്നില്ല, ഇത് ആ റിയാലിറ്റിയിലോട്ട് വരുന്നില്ല. ഈ സ്ക്രീനിൻ്റെ ലൈഫിൻ്റെ ആ ഒരു പ്രത്യേകതയാണ്, അതിനകത്ത് ഇമോഷൻസ് എല്ലാം വ്യാജമാണ്. ഇപ്പം ഞാൻ സന്ദർഭവശാൽ ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നരകമെന്ന് പറഞ്ഞാലൊന്നും ഒരു കൊച്ചും പേടിക്കില്ല, അവർ ചിരിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളതൊട്ട് ഉപയോഗിക്കാറുമില്ല, നമുക്കും പേടിയില്ല. അതേസമയത്ത് ഡോക്ടർ ഒന്ന് ബയോപ്സി എടുത്ത് നോക്കാം എന്ന് പറയുമ്പം കിടും.
അയ്യോ കർത്താവേ എന്നെ രക്ഷിക്കണേ. ഞങ്ങളുടെ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര പനി, ഇത് തീരുന്നില്ല, നിൽക്കുന്നില്ല, ഭയങ്കര പനി. ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു, ഇഞ്ചക്ഷൻ കൊടുത്തു, ആൻറ്റിബയോട്ടിക് കൊടുത്തു, മാറുന്നില്ല, ആന്ധ്ര വെച്ചാ. അപ്പോൾ ഡോക്ടർ ഞങ്ങൾ രണ്ടുപേരും റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ HIV ഉള്ളൊരു കൊച്ചുണ്ടല്ലേ? ഇവിടെ ഉണ്ട്, ഒന്ന് പരിശോധിച്ച് നോക്കാം. ഹൃദയത്തിനകത്തോടെ ഒരു ബോംബ് ടോന്ന് പറഞ്ഞ് പൊട്ടി. അതിന് പൊട്ടാനൊരു കാരണമുണ്ട്. ഒരാഴ്ച മുമ്പ് എൻ്റെ ഭാര്യ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഡോക്ടർ എൻ്റെ ഭാര്യയോട് പറയാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും എയ്ഡ്സാണ്, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അധികം നാൾ ജീവിക്കില്ല എന്ന് സ്വപ്നത്തിൽ പറയാം. സ്വപ്നത്തിൽ. അപ്പോൾ സ്വപ്നത്തിൽ എൻ്റെ ഭാര്യ എന്നോടൊന്ന് പറയാണ്, നമുക്ക് എയ്ഡ്സ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു, HIV ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ HIV ഉണ്ടെന്താ കുഴപ്പം? 10-15 വർഷക്കാലം കർത്താവിന് വേണ്ടി ജീവിക്കുക, ഏതായാലും 15 വർഷമൊക്കെ ജീവിക്കും. ജീവിച്ചിട്ട് 50 വയസ്സാണ്, നമുക്ക് അങ്ങനെ മരിക്കാം, അങ്ങനെ വലിയ കാര്യമൊന്നും. ഞാൻ സ്വപ്നത്തിലാട്ടോ, നേരിട്ട് അങ്ങനെ പറയാനുള്ള ഗട്ട്സൊന്നും ഇല്ല. അപ്പോൾ തന്നെയല്ല, ഈ 15 വർഷമൊക്കെ വേറൊരു തമാശ കണ്ട ഞാൻ പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ H1N1 എന്നും പറഞ്ഞൊരു പനി പടർന്നൊരു സമയം ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ്. രണ്ടാമത് വരുമ്പോൾ അത്രയും പേടിയില്ല, ആദ്യം വരുമ്പോഴാണ് പേടി. എന്താ സാധനം എന്നറിയാൻ പറ്റും. അന്ന് എനിക്ക് നോർത്ത് ഇന്ത്യയിൽ ഈ ഏറ്റവും കൂടുതൽ അത് ബാധിച്ചത് മഹാരാഷ്ട്രയാണ് അന്ന് ബാധിച്ചത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നാഗ്പൂരിലൊക്കെ ഒത്തിരി പേര് മരിച്ചത്. അപ്പം എനിക്കന്ന് നോർത്ത് ഇന്ത്യയിലോട്ട് കുറേ യാത്രകളുണ്ട് നാഗ്പൂർ വഴി. അപ്പം ന്യായമായും മരണഭയം ഇടയ്ക്ക് വരും. അപ്പം ഞാൻ എൻ്റെ അമേരിക്കയിലൊരു സുഹൃത്തിനോട്, വിശ്വാസിയല്ല, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്, അപ്പം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പുള്ളിയോട് ഞാൻ ചോദിച്ചു, ഈ മാസ്ക് ഉണ്ടല്ലോ നമ്മുടെ H1N1 പനി തടയുന്ന, വൈറസിനെ തടയുന്ന ഒരു N95 എന്ന് പറഞ്ഞൊരു മാസ്ക് ഉണ്ട്, അതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പുള്ളി പറഞ്ഞു, എന്തിനാ, വാങ്ങിക്കാനാണോ? ഞാൻ പറഞ്ഞു, അതെ. എന്തിനാ വാങ്ങിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞു H1N1 ഇവിടെ എല്ലാം ആകെ പടർന്ന് പിടിച്ചിട്ടുണ്ട്, അത് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ ചേസ് H1N1 വന്ന് മരിക്കുന്നത് ഒരു വർഷം ഇന്ത്യ മഹാരാജ്യത്തെ 50 പേര്. വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി മരിക്കുന്നത് 10,000 കണക്കിന്. അതുകൊണ്ട് സാധ്യത വെച്ച് നോക്കിയാൽ നീ H1N1 മാസ്ക് മേടിക്കാൻ വേണ്ടി കടയിൽ പോകുമ്പോൾ വണ്ടി ഇടിച്ച് മരിക്കാനാണ് H1N1 പനി വന്ന് മരിക്കാനുള്ളതിനേക്കാളും സാധ്യത. ശരിയാണോ അല്ലയോ പറ? മനസ്സിലായോ? പ്രോബബിലിറ്റി വെച്ച് നോക്കിയാൽ ഏതാ മരിക്കാൻ കൂടുതൽ സാധ്യത? വണ്ടി ഇടിച്ചാൽ. കാരണം H1N1 വന്ന് മരിക്കുന്ന വളരെ നിസ്സാര ആൾക്കാരേ ഉള്ളൂ. ഞാൻ ആലോചിച്ചപ്പോൾ സംഗതി ശരിയാ, ഇത്രയും വിവരം എനിക്കുണ്ടായില്ലല്ലോ. ഞാൻ പറഞ്ഞു, വേണ്ട പോട്ടെ, എന്തേലാട്ടെ, ഒന്നും സംഭവിച്ചില്ല. അപ്പം ഞങ്ങളിങ്ങനെ ബ്ലഡ് കൊടുത്തിട്ട് ഈ ഡോക്ടറുടെ കൗണ്ടറിൽ ഇരിക്കുക. അപ്പോൾ ഈ സ്വപ്നം ഇങ്ങനെ കിടക്കുമല്ലേ, സ്വപ്നം അങ്ങനെ കിടക്കുന്നു. ഞാൻ സാരമില്ലാന്ന് സ്വപ്നത്തിൽ പറയുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഡോക്ടറുടെ മുമ്പിൽ ബ്ലഡൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ കർത്താവ് എന്നോടൊരു ചോദ്യം ചോദിച്ചു, മോനെ, കുറേ ദിവസമായിട്ട് നിൻ്റെ പ്രസംഗം ഇത്തിരി ഓവറായിരുന്നല്ലേ? ആണല്ലോ. എന്താണ്? ഈ കുഷ്ഠരോഗികളുടെ അടുത്തൊക്കെ പോയി ആൾക്കാർ കുഷ്ഠരോഗം വന്ന് മരിച്ച കാര്യവും മൊറേവിയൻ മിഷണറിമാരുടെ കാര്യമൊക്കെ നീ കഴിഞ്ഞ ദിവസം കുറേ പിള്ളേരോട് പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പോൾ HIV ഉള്ളൊരു കൊച്ചിനെ നോക്കിയിട്ട് നിങ്ങൾക്ക് HIV കിട്ടി എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയുന്നത് നല്ലതല്ലേ? എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, കർത്താവ് ഇത് നമുക്ക് തരുവാന്ന് തോന്നുന്നു, നമുക്ക് സന്തോഷത്തോടെ വാങ്ങിച്ച് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തേക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ പറഞ്ഞു, കരയാൻ തുടങ്ങി. കാരണം ഇത് തന്നെ സ്വപ്നത്തിൽ കാണുന്നത്, എനിക്ക് പ്രശ്നമില്ല. അതുതന്നെ അപ്പോൾ സ്വപ്നം 99% നിറവേറിയിരിക്കുക. റിസൾട്ട് വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നു. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ഈ മരണാവസ്ഥ, മരണഭയം, അത് നമുക്ക് ഭയമാണ്. പക്ഷെ ഒന്ന് ആലോചിക്കേ, അതിനേക്കാൾ എത്രയോ മാരകമാണ് സ്വർഗത്തിൽ പോകാൻ പറ്റാതെ നിത്യമായ നരകത്തിൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരുന്നത്. അതൊരു ലോറിയുടെ ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ സംഭവിക്കാവുന്ന കാര്യം എതിരെ വരുന്നത്, നമ്മൾ എത്ര സൂക്ഷിച്ചാലും. അപ്പോൾ ഒരു നിമിഷം കൊണ്ട് നരകത്തിലോട്ട് പോകുന്ന ഭയമില്ല. സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പില്ലാത്തവർ പാസ്റ്റർ ആമേൻ കർത്താവേ വരണമേ എന്ന് പറയുമ്പോഴേക്കും വേഗം വരണമെന്ന് പറയുന്നേക്കാം. ഓരോറപ്പും ഇല്ലാതാനും പോകുമെന്ന്. ഈ പോകുമെന്ന് ഉറപ്പില്ലാത്തവർ യേശു വേഗം വന്നിട്ട് അവർക്ക് എന്താ കാര്യം? എന്താ കാര്യം? എന്ത് ധൈര്യത്തിലാണ് നിങ്ങളിത് പറയുന്നത്? ഇന്ന് രാത്രി സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പില്ലാത്തവർ വീട്ടിൽ പോയി കിടന്ന് എങ്ങനെ ഉറങ്ങും? എങ്ങനെ ഉറങ്ങും?
ഞാൻ ഉറങ്ങാൻ നേരത്ത് പറയും, കർത്താവേ രാവിലെ കണ്ണ് തുറന്നില്ലെങ്കിൽ നിൻ്റെ അടുത്ത് കാണാം. കഴിഞ്ഞ മാസം പ്രസംഗം കേട്ടൊരു സഹോദരി സൗദി അറേബ്യയിൽ നിന്ന് വിളിച്ചു, ഫോൺ ചെയ്തു. ഈ സഹോദരി ഭയങ്കര റാഡിക്കൽ ക്രിസ്ത്യനാണ്, ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ, ഹിന്ദുക്കളാണ് ബാക്കി എല്ലാവരും. അപ്പോൾ പുള്ളിക്കാരി അറബി പഠിച്ചിട്ട് സൗദി അറേബ്യയിൽ അറബിയരോട് സുവിശേഷം പറയുക. ഞാൻ പറഞ്ഞു, ഏത് സമയത്ത് അകത്ത് പോകട്ടോ, കാരണം ഒരു പരാതി എഴുതി കൊടുത്താൽ മതി, സത്യമാവണമെന്ന് പോലും ഇല്ല, അവർ അന്വേഷിക്കത്ത് പോലും ഇല്ല, പിടിച്ച് അകത്തോട്ട് ഇടുകയുള്ളൂ. പുള്ളിക്കാരി പറഞ്ഞ റിപ്ലൈ ഇത്രയേ ഉള്ളൂ, ഞാനിത് മുന്നിൽ കണ്ടോണ്ടാണ് ഇത് ചെയ്യുന്നത്, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കൂടി വന്നാൽ എന്നെ പിടിക്കും, പൗലോസ് കിടന്ന പോലെ അകത്ത് കിടക്കും. ഞാൻ ദൈവത്തിന് നന്ദി മാത്രമേ പറയുള്ളൂ. ഇത് നമുക്ക് മനസ്സിലാകാത്ത, നമ്മുടെ ഇന്നത്തെ സഭകൾക്ക് മനസ്സിലാകാത്ത ഒരു തലത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ്. അവരൊരു പാസ്റ്ററും ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു സഭയിലും പോയിട്ടില്ല. ദൈവത്തിൻ്റെ കൃപയാൽ പോയായിരുന്നെങ്കിൽ വിവേകത്തിൻ്റെ പാഠം പഠിപ്പിച്ചേനെ. സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ വായിന്ന് അങ്ങനെ വന്നില്ല. വന്നായിരുന്നെങ്കിൽ അതോടെ ആ ഫോൺ കട്ടായിപ്പോയി. കാരണം അങ്ങനെയുള്ള പിള്ളേരെ മെൻറ്റർ ചെയ്യാനൊന്നും സഭകൾക്ക് പറ്റിയില്ല. അങ്ങനെയുള്ള ഒരു റാഡിക്കൽ ലവ് ഫോർ ക്രൈസ്റ്റ് ഇന്നത്തെ സഭകൾ പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വരുന്നവരെല്ലാം ഒരുമാതിരിയും ഭ്രാന്ത് പിടിച്ചവരാണ് നമ്മുടെ ചിന്ത. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ സ്നേഹിച്ച സ്നേഹം, എനിക്ക് കരയാൻ പറ്റാഞ്ഞിട്ട് എന്നെ രക്ഷിക്കണേ എന്നുള്ളൊരു നിലവിളി ദൈവത്തിന് മുമ്പിൽ അഭയാചന കഴിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് അഭയാചന എനിക്ക് കഴിയാൻ പറ്റാത്തതുകൊണ്ട് അതും കൂടെ ഈ മഹാപുരോഹിതനാണ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി. ഈ മഹാപുരോഹിതനാണ് കിടന്ന് നിലവിളിക്കുന്ന, കർത്താവേ ചേസിനെ രക്ഷിക്കണം. അപ്പോഴും ഞാനിവിടെ പുട്ടുപടിച്ച് നടക്കുക. അവൻ്റെ കരച്ചിൽ പിതാവിൻ്റെ സന്നിധിയിലെത്തുമ്പം പിതാവ് പറയാണ്, ഇവനോടൊരു കരുണയും കാണിക്കാൻ കൊള്ളുകയില്ല, എന്നാലും എൻ്റെ മകൻ അവന് വേണ്ടി ഇങ്ങനെ കിടന്ന് കരയുവാണല്ലോ, അവനെ രക്ഷിച്ചേക്കാം. ഭയഭക്തിയോടെ നിലവിളിച്ച് അവൻ നമുക്ക് പകരം നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. നമ്മൾ കരയേണ്ട കരച്ചിൽ, നമ്മൾ മരിക്കേണ്ട മരണം. കരഞ്ഞ് പ്രാർത്ഥിച്ച് അവൻ്റെ വിയർപ്പ് തുള്ളികൾ തീർന്നു, പിന്നെ രക്തമുള്ളൂ. അത് ക്രൂശിൽ അവസാന നിമിഷം വരെ. ഒരു പാട്ടുണ്ട്, എൻ പേർക്കായി ജീവൻ വയ്ക്കും പ്രഭോ നിന്നെ എന്നും ഈ ദാസൻ ഓർക്കും. അതിനകത്തൊരു വാക്യമുണ്ട്, ഒരു പാട്ടിങ്ങനെയുണ്ട്, ഗോൽഗോഥ ഇടം എന്നാണോ കാൽവരി ഇടം എന്നാണോ, ഇല്ല, ഗോൽഗോഥ ഇടം ഞാൻ മറന്നിടുമോ, നിൻ വ്യഥ ഒക്കെയെയും. എഴുതിയിരിക്കുന്നത് നിൻ്റെ രക്തവിയർപ്പുകളെ, രക്തം മാത്രമല്ല, എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശുവിൻ്റെ രക്തത്തെ മാത്രമല്ല, എനിക്ക് വേണ്ടി വിയർത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് എനിക്ക് രക്ഷ ഒരുക്കാൻ വേണ്ടി, അത് സമ്പാദിക്കാൻ വേണ്ടി വിയർപ്പ് രക്തത്തുള്ളികളാക്കി വീഴ്ച നിൻ്റെ അധ്വാനത്തെ ഞാൻ എങ്ങനെ മറക്കും? ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് യുവർ സ്വെറ്റ്, യുവർ ഹാർഡ് വർക്ക്? മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കരച്ചിലിനകത്ത് ഞാനുണ്ട്. അവൻ എനിക്ക് വേണ്ടി അലറി കരയുമ്പം കർത്താവല്ല മരണത്തിൽ നിന്ന് ജയിക്കുന്നത്, ഞാനാ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഐ വാസ് സേവ്ഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഹൈ പ്രീസ്റ്റ്സ് ക്രൈ. ഞാൻ രക്ഷപ്പെട്ടത് ആ മഹാപുരോഹിതൻ്റെ അലറി കരച്ചിലൂടെയാണ്. ഞാൻ നീതിമാനായി മാറിയത് അവൻ്റെ അനുസരണത്തിലൂടെയാണ്. എനിക്കെപ്പോഴും അനുസരിക്കാൻ നീതിയുടെ ഒരു ധനം അവൻ എനിക്കായി തുറന്നു, എൻ്റെ അക്കൗണ്ടിലിട്ടു. പക്ഷേ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം എനിക്കത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഐ ആം വെരി റിച്ച് ഇൻ ക്രൈസ്റ്റ്, ബട്ട് ഐ എം ലിവിങ് ലൈക്ക് എ പുവർ മാൻ. കാരണം വിശ്വാസത്താൽ അവൻ്റെ ധനത്തെ സ്വീകരിക്കാൻ എനിക്കിഷ്ടമില്ല. അതിനേക്കാളും നശിച്ചു പോകുന്ന ഭൂമിയിലെ സമ്പത്ത് വെച്ചാണ് ഞാൻ സ്വർഗത്തെ പ്രതി ദരിദ്രനായിട്ട് ജീവിക്കുന്നത്. ലവോദിക്യ സഭയോട് പറഞ്ഞത്, അല്ലെ, നീ സമ്പന്നനെന്ന് പേരുണ്ടെങ്കിലും നീ ദരിദ്രനാണ്. കാരണം ക്രിസ്തുവിൻ്റെ ഇത്രയും വലിയ ധനം നിങ്ങൾക്കുണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ പറ്റാത്ത നീ ദരിദ്രനാണ്. നിങ്ങൾ പറയല്ലേ അവനോട് ക്ഷമിക്കാൻ പറ്റില്ല എന്ന്? അവൻ ശരിയല്ല, അവനോട് ഞാൻ ഒത്തിരി ക്ഷമിച്ചതാ ബ്രദറെ, ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ധനം അവിടെ ഉണ്ട്, വിശ്വസിച്ചാൽ മതി. ഞാനല്ല, ക്രിസ്തു അത്രേ. പക്ഷേ ആ ധനം വേണ്ട, ദരിദ്രനായി ജീവിക്കുക.
നിങ്ങൾ പറയില്ല എനിക്ക് ഇങ്ങനെ സ്നേഹിക്കാനൊന്നും പറ്റില്ല. ചില ആൾക്കാർ ഓ ബ്രദറെ നിങ്ങൾ പറയുന്ന പോലത്തെ വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. എന്താണ്? ഞങ്ങൾ ദരിദ്രന്മാരാണ്. പിന്നെ ഞായറാഴ്ച സാക്ഷ്യം പറയും ഞങ്ങൾ ഇത്രയോ സമ്പന്നന്മാരാക്കിയതിനായിട്ട് സ്തോത്രം. എന്ത് സമ്പന്നതയെന്നറിയോ? അത് ക്രിസ്തുവിൻ്റെ ധനം പ്രതി അല്ലാതെ സമ്പന്നനാകുന്നതെല്ലാം താൽക്കാലികമായ നശിച്ചു പോകുന്ന സമ്പത്തുകളാണ്. നമ്മൾ അതിനുവേണ്ടി ആ സ്തോത്രം, അതിനുവേണ്ടി ആ പ്രാർത്ഥന. എന്നാൽ ക്രിസ്തു നമുക്ക് വേണ്ടി അധ്വാനിച്ച് കരഞ്ഞ് നിലവിളിച്ച് കഷ്ടം സഹിച്ച് അനുസരണം പഠിച്ച് അതിമഹത്തായ സ്വർഗീയ ദാനങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട് അതിൻ്റെ അവകാശം ചോദിക്കണമെന്നോ മേടിക്കണമെന്നോ അവൻ്റെ മരണത്തിൽ പങ്കാളിയാകണമെന്നോ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അവകാശത്തിലേക്ക് വരണമെന്നോ ഒന്നും നമുക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. അപ്പോൾ യേശുവിൻ്റെ മഹാപൗരോഹിത്യം സാധാരണ ലേവ്യ പൗരോഹിത്യം പോലെയോ നമ്മുടെ ഈ ചർച്ചകളിലൊക്കെ നടക്കുന്ന പൗരോഹിത്യം പോലെ 1-2 മണിക്കൂറുകൾ കൊണ്ട് തീരുന്നതല്ല. അതിനകത്തൊരു അപേക്ഷയുണ്ട്, അഭയാചനയുണ്ട്, കരച്ചിലുണ്ട്, നിലവിളിയുണ്ട്. അതുകൂടാതെ അനുസരണമുണ്ട്, കഷ്ടം സഹിക്കുന്നതുണ്ട്, അല്ലേ? അതുകൂടാതെ മരിക്കുന്നതുണ്ട്. പിന്നീട് ഒരിക്കലും അവസാനിക്കാത്ത നമ്മൾ അവിടെ ചെല്ലുന്നത് വരെ തുടരുന്ന പക്ഷപാതമുണ്ട്. അപ്പം മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിന് ആരംഭവുമില്ല, അവസാനവുമില്ല. അവന് വംശാവലിയില്ല, അവന് മാതാവും പിതാവുമില്ല. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ പൗരോഹിത്യം സ്ഥാപിക്കപ്പെടുന്ന ദൈവത്താലും ദൈവം മൂലവുമാണ്. അതിനൊരു തുടക്കമോ അവസാനവുമില്ല. അത് നിത്യമായൊരു പൗരോഹിത്യമാണ്. ആ നിത്യമായ പൗരോഹിത്യം സമയത്തിനകത്തേക്ക് ഒരു പോയിന്റിൽ ഇറങ്ങി വരികയാണ്. ആ പോയിന്റിൽ അത് ഇറങ്ങി വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അതിൽ ഞാനും ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയാണ് ഈ പുരോഹിതനെ ദൈവം നിയമിച്ചത്. ആ പുരോഹിതൻ്റെ കരച്ചിലാണ് എന്നെ രക്ഷിച്ചത് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അപ്പോൾ അവൻ്റെ പൗരോഹിത്യം നമുക്ക് വലിയൊരു ധനത്തെയാണ് നൽകിയിരിക്കുന്നത്. 11-ാം വാക്യം വായിച്ചേ. ഈ മൽക്കീസദേക്കിൻ്റെ ഈ പൗരോഹിത്യത്തെക്കുറിച്ച്, അതായത് യേശുക്രിസ്തു എന്നെ വഹിച്ചുകൊണ്ട് അനുസരണം തികച്ച് മരണം വരെ അനുസരിച്ചതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് വളരെയധികം പറയുവാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായതുകൊണ്ട് തെളിയിച്ചു തരാൻ സാധിക്കില്ല. അപ്പോൾ ഈ പൗരോഹിത്യം എങ്ങനെയാണ് നമുക്ക് വന്നത് എന്ന്, അതെന്തിലേക്കാണ് നമ്മളെ നടത്തുന്നതെന്ന് ഇനി ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ തൽക്കാലം അത് പറയുന്നില്ല. അത് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. ചില ആൾക്കാർ പറയുന്നത് യേശു സ്വയമേ രക്ഷപ്പെടാൻ വേണ്ടി കഷ്ടപ്പാടെല്ലാം ചെയ്യുന്നത്, പിന്നെ വരാതിരുന്നാൽ പോരായിരുന്നു. സ്വയം രക്ഷപ്പെടാനല്ല, നമ്മളെ രക്ഷിക്കാനാണ് അവൻ ആ കഷ്ടപ്പാടുകൾ മുഴുവൻ അനുഭവിച്ചത്. ഓക്കെ, ഞാനതിൻ്റെ ദുർവ്യാഖ്യാനങ്ങളിലേക്ക് കിടക്കുന്നില്ല. 11-ാം വാക്യത്തിൽ പറയുന്നു ഇതിനെക്കുറിച്ച് വളരെ ഞങ്ങൾക്ക് പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്ദ്യമുള്ളവരായതുകൊണ്ട് തെളിയിച്ചു തരിക. വിഷമം. അടുത്ത വാക്യം. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. സഭകളുടെ വേറൊരു പ്രശ്നമാണ്, പാല് മാത്രമേ കുടിക്കുകയുള്ളൂ, കട്ടിയാഹാരം കഴിക്കില്ല. പണ്ടൊക്കെ ചിലയിടത്ത് ചെല്ലുമ്പോഴേ അവർ പറയുമായിരുന്നു ഇത്തിരി കട്ടി കുറച്ച് പറയണം. പുതിയ ആൾക്കാർക്ക് നല്ലപോലെ മനസ്സിലാകുന്നേ, പഴയ ആൾക്കാർക്ക് ഒട്ടും മനസ്സിലാവും. ഈ പുതിയ ആൾക്കാർക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ പഴയ ആൾക്കാർക്ക് ഇതെന്താണെന്നൊരു ഗുഡൻസ് ഒരു പിടിയും കിട്ടുന്നില്ല. അവർ ഈ പുതിയ ആൾക്കാർ എന്ത് വിചാരിക്കുന്ന ടെൻഷനിലിരിക്കുക. പക്ഷേ അവരുടെ ദൈവത്തിൻ്റെ ആത്മ പ്രവർത്തിക്കുന്നുണ്ടാവും. ഞാനൊരു ചർച്ച ചെന്നപ്പം രാവിലെ ഇംഗ്ലീഷ് സർവീസ് ഉണ്ട്, അത് കഴിഞ്ഞ് മലയാളം സർവീസ് ഉണ്ട്. അപ്പം ഇംഗ്ലീഷ് സർവീസിലെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ ഇന്ന് വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു എന്താ? ഇന്ന് എന്ത് പ്രസംഗിക്കണമെന്ന് അറിയാതെ ഞാൻ 2-3 ദിവസമായിട്ട് ഉടറി നടക്കുമായിരുന്നു. എന്ന് ചോദിച്ചാൽ അതെന്താ? ഈ ഞങ്ങളുടെ ചർച്ചിൽ ആകെ ഒരു പ്രസംഗ വിഷയമേ ഉള്ളൂ. അതെന്ത് പ്രസംഗ വിഷയം? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഒറ്റ വിഷയം. അപ്പോൾ അത് ആദത്തിൻ്റെ കഥ തൊട്ട് യോഹന്നാൻ്റെ കഥ വരെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരെക്കുറിച്ച് പറയണം? ഇതേ മെസ്സേജേ ഉള്ളൂ. അതിപ്പോൾ ആരെക്കുറിച്ച് പറയണമെന്ന് അറിയാൻ മേല. ആരെക്കുറിച്ചാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞു. ദാവീദിനെക്കുറിച്ച് പറഞ്ഞു, ദാനിയേലിനെക്കുറിച്ച് പറഞ്ഞു, മൊർദെഖായിയെക്കുറിച്ച് പറഞ്ഞു. പിന്നെന്താ, ആരെ എടുത്താലും മെസ്സേജ് ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ കാര്യം നടക്കും. ഇത് പറഞ്ഞ് ഇവരെ ഒന്ന് വീട്ടിൽ വിടണം, അത്രയേ ഉള്ളൂ. അന്നേരമാണ് പുതിയൊരു പരിപാടിയായിട്ട് ഞാൻ ഇറങ്ങിയേക്കുന്നത്. പുള്ളിക്ക് വലിയ ആശ്വാസമായിപ്പോയി വേറൊരു മെസ്സേജ് കേൾക്കാൻ കുറേ വർഷങ്ങൾ പോയി. ക്രിസ്തുവിൻ്റെ ക്രൂശിനെക്കുറിച്ച് പറഞ്ഞാൽ അവസാനത്തെ ഒരു 5 മിനിറ്റ് എല്ലാവരെയും കൂടെ എഴുന്നേൽപ്പിച്ച് നിർത്തി ദൈവം നിങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി നിങ്ങൾ അനുഗ്രഹിക്കാൻ പോകുമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു ഫീലിങ്ങും ഇല്ലാതെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. ഇതൊരു രോഗമാണ്. പാല് മാത്രമേ കുടിക്കുള്ളൂ. പാലാണേലും കുഴപ്പമില്ലായിരുന്നു, വെറും പാലും വെള്ളം അതുപോലും ഇല്ല. മായം കലർന്ന പാൽ, ലോകത്തിൻ്റെ മായവും വിഷവും കലർന്ന പാൽ, നല്ല രുചിയോടെ മെത്തി കുടിച്ചുകൊണ്ടിരിക്കുക.
പ്രസംഗകർ വന്ന് മോഹിപ്പിക്കലോട് മോഹിപ്പിക്കൽ. നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ലോൺ എടുത്ത് വീട്ടിൽ കുത്തിയിരുന്ന് ജോലി കിട്ടാതെ ഇരിക്കുന്ന ഒരു സഹോദരിയോട് പ്രവാചകൻ എന്ന് പറയാണ്, നിന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു എയ്റോപ്ലെയിൻ കണ്ടു, തണുപ്പുള്ള രാജ്യത്ത് നീ നിൽക്കുന്നതായിട്ട്. ഓ എൻ്റെ ദൈവമേ, എന്തോ ഒരു കുളിരായിരിക്കും അത് കേൾക്കുമ്പം. പക്ഷെ അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതെല്ലാം പോവും. പക്ഷെ ആ ഒരു സ്വപ്നം കാണിച്ചതിന് അയാൾ പൈസ മേടിച്ചുകൊണ്ട് പോകും. ഈ സ്വപ്നങ്ങളുടെ കച്ചവടമാണ്. സ്വപ്നം കാണാനേ പറ്റുള്ളൂ, അത് കാണിച്ചു പോയി. ഞാനൊരു ചർച്ച ചെന്നപ്പം പറയാണ് അവർ, ഞങ്ങളിതിൻ്റെ മുകളിൽ 2ാം നില പണിയാൻ പോവാ പാസ്റ്ററെ. ഞാൻ പറഞ്ഞു, ഇപ്പം തന്നെ 10-20 പേരെ ഉള്ളല്ലോ താഴെ ഇരിക്കാൻ. അന്നേരം അവർ പറയാം വാഗ്ദത്തം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എത്ര അധ്യായം, എത്ര വാക്യം? ഈ വാഗ്ദത്തം ആർക്കും വേണ്ട, എഴുതി തന്നിരിക്കുന്ന വാഗ്ദത്തം ആർക്കും വേണ്ട. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മോഹങ്ങൾ വർദ്ധിക്കുമാർ വരുന്തോറും, നമ്മൾ അതിനുവേണ്ടി ഓടുന്തോറും നമുക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും പാല് കുടിക്കുന്ന ശൈശവാവസ്ഥയിലേക്കും നമ്മൾ പോകുന്നത്. നമുക്കെപ്പോഴും ആശ്വസിപ്പിക്കുന്ന വചനം വേണം. ഒരാശ്വാസത്തിൻ്റെ വചനത്തിന് വേണ്ടി ഇങ്ങനെ നടക്കുക. അടുത്ത വാക്യം. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്ര. അപ്പം 3ാമത്തെ ഫൗണ്ടേഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്, നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ. അപ്പോൾ എന്താണ് ഈ നീതിയുടെ വചനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്ന് പറഞ്ഞു തീരില്ല, അതുകൊണ്ട് നമുക്ക് തൽക്കാലം മുമ്പോട്ട് പോകാം. അടുത്ത വാക്യം. അവൻ ശിശുവല്ലോ. അപ്പോൾ നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ ശിശുവാണ്. അപ്പോൾ ശൈശവാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് എന്തു വേണം? നീതിയുടെ വചനത്തെ സംബന്ധിച്ച് പരിചയമുണ്ടാകണം. അപ്പോൾ നീതിയുടെ വചനം എന്താണെന്ന് നമ്മൾ പഠിക്കണം. ഓക്കെ, അടുത്തത്. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയാൻ, അതായത് നീതിയുടെ വചനം എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലതേത് ചീത്ത ഏത് എന്ന് വിവേചിക്കാൻ കഴിവുള്ള ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് മാത്രമേ കട്ടിയായുള്ള ആഹാരം കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മൽക്കിസേദേക്കിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ തയ്യാറാകാത്തതിൻ്റെ കാരണം, ഈ നന്മയും തിന്മയും വിവേചിക്കാൻ തക്ക പരിജ്ഞാനമുള്ള ഇന്ദ്രിയങ്ങളുള്ള പരിചയം നിങ്ങൾക്കില്ല. അതുമാത്രമല്ല, നീതിയുടെ വചനമില്ലാതെ നമ്മൾ നന്മ തിന്മകളെ വ്യാഖ്യാനിച്ചാൽ അത് വെറും ഭൗമികവും പ്രാണനി എന്നുള്ളതുമായി മാറും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആദ്യം നീതിയുടെ വചനം എന്താണെന്ന് മനസ്സിലാക്കണം, പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നന്മ തിന്മകളെ വിവേചിക്കാൻ നമുക്ക് പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം നമുക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ പൂർണ്ണമായിട്ടും സാധിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇത്തിരി കട്ടിപ്പോലെ തോന്നുന്നുണ്ടോ? ഇത്തിരി കട്ടിപ്പോലെ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ശരിയായിക്കോളൂ. ഓക്കെ, നീതിയുടെ വചനം എന്താണെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, നമുക്ക് നീതിയുടെ വചനം എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു വാക്യം, വേദഭാഗം വായിക്കാം. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 30 മുതൽ വായിക്കാം. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 30 മുതൽ. ആ ആ അത് തന്നെ 30. ആകയാൽ നാം എന്തു പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. ആ, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കിൽ എത്തിയില്ല. അപ്പം നോക്കിക്കേ, നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേൽ അവിടെ എത്തിയില്ല, എന്നാൽ നീതിയുടെ പ്രമാണം പിന്തുടരാത്ത ജാതികൾ അവിടെ എത്തി. ഓക്കെ, ഇവിടുത്തെ പ്രശ്നം ഞാൻ പറയാം, എന്താ സംഭവിച്ചത് ശരിക്കും? അടുത്ത വാക്യം, അതിന് ഉത്തരവുണ്ട്, വായിച്ചു. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. ഓക്കെ, നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. ഈ ഇരിക്കുന്ന ബ്രദർ ഒരു യവനനും ഞാൻ യഹൂദനുമാണെന്ന് വിചാരിച്ചോ? കുറച്ച് നേരത്തേക്ക് എല്ലാവരും വിചാരിച്ചല്ലോ. അപ്പം ഞാൻ നീതി അന്വേഷിച്ച് നടക്കുകയാണ്, പുള്ളി ഒന്നും അന്വേഷിക്കുന്നില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പ്രമാണങ്ങളെല്ലാം കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുകയും, യഹൂദനാണ്, അനുസരിക്കാൻ വേണ്ടി എല്ലാ പ്രയത്നങ്ങളും ചെയ്യുന്ന ആളാണ്. നമുക്ക് യഹൂദൻ വേണ്ട, പെന്തക്കോസ്തുകാരനായിക്കോട്ടെ. ഓക്കെ, പെന്തക്കോസ്തുകാർ യഹൂദന്മാർ തമ്മിൽ ഭയങ്കര സാദൃശ്യങ്ങളുണ്ട്. നമുക്കത് ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ്. നീതി അനുസരിക്കാൻ പോവുക. അപ്പോൾ നീതി അനുസരിക്കണം എന്ന് ആലോചിച്ചപ്പോൾ എന്തൊക്കെയാണ് അനുസരിക്കണം എന്നിങ്ങനെ ആലോചിക്കുക. ഞാൻ കണ്ണിടർച്ച വരുത്തുന്നെങ്കിൽ ചൂടുന്നത് അത് നടക്കില്ല. പിന്നെ
രണ്ടുടുപ്പുള്ളവന് പിന്നെ കല്യാണം വിളിക്കുമ്പോൾ നാട്ടുകാർ ശേ അത് ശരിയാവില്ല, നമ്മുടെ ആൾക്കാരെല്ലാം കുറ്റം പറയാൻ വേണ്ട. ശത്രുക്കളെ സ്നേഹിച്ചാലോ അതിന് മാന്തുന്നവൻ അവൻ മാന്തിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എൻ്റെ പുറമെ പോയാൽ അതും പറ്റില്ല. പുതപ്പെടുക്കുന്നവൻ ഉടുപ്പ് കൊടുക്കണം, എൻ്റെ ദൈവമേ. അപ്പം ഇന്നിപ്പം പുതപ്പ് ഉടുപ്പൊന്നും വലിയ കാര്യമല്ല. അപ്പം ഇങ്ങനെ വിചാരിക്കാം, മൊബൈൽ ഫോൺ അടിച്ചുകൊണ്ട് പോയവനോട് പറയാം, മോനെ എൻ്റെ ചാർജർ ഇതും കൂടെ കൊണ്ടുപോക്കുമെന്ന് ശേ ഇതൊന്നും അനുസരിക്കാൻ നടക്കുന്ന കാര്യമല്ല. പിന്നെ എങ്ങനെ നീതിമാനാകാം? ഐഡിയ. ജയിക്കുന്നവൻ വെള്ള വസ്ത്രം ധരിക്കുമെന്ന് ബൈബിളിലുണ്ട്. വെള്ള വസ്ത്രം ഇട്ടേക്കാം. 50 കിലോ പൊക്കി. യവനെ നോക്കുക, ആ മൈൻഡ് ചെയ്യുന്നില്ല. അവൻ ഇതിനപ്പുറത്തെ വെള്ള വസ്ത്രം കണ്ടിട്ടുള്ളവനാണ്. നോ മൈൻഡ്. ഒരു സമാധാനം കിട്ടുന്നില്ല, പോരാ. കാരണം കർത്താവ് പറഞ്ഞൊന്നും അനുസരിക്കുന്നില്ല. നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങൾ എങ്ങനെ നടക്കുന്ന കാര്യമൊന്ന്. സഹോദരനെ നിസ്സാരാന്ന് വിളിച്ചാൽ ഞാനല്ലാതെ ബാക്കിയെല്ലാം നിസ്സാരന്മാരായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങോട്ട് വായിക്കേണ്ട, അത് നോക്കാൻ വേണ്ട. എന്നാൽ പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തേക്കാം, ക്ലീൻ ഷേവ് ചെയ്തേക്കാം. മണവാട്ടിയാണല്ലോ, എന്തായാലും മണവാട്ടിക്ക് മീശയില്ല. ഈ ആന്ധ്രയിലെ പാസ്റ്റർമാർക്ക് മീശയുണ്ട്, കേരളത്തിലെ പാസ്റ്റർമാർക്ക് മീശയില്ല. അപ്പം ഞാൻ ആന്ധ്രയിൽ ഒരു വർഷം സുവിശേഷ വേല കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു മീശ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചർച്ചിൽ പ്രസംഗിച്ചിട്ട് വന്നപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു, ബ്രദറെ പാസ്റ്ററെ മണവാട്ടിക്ക് മീശയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ മണവാട്ടിക്ക് സാരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു നീതി നമ്മൾ സ്ഥാപിച്ചു. പിന്നെ നോക്കിയപ്പം നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. കർത്താവേ, അത് പറ്റിയല്ല, അത് വേണ്ട. അതിന് കുറച്ചുകൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? പഴയ നിയമത്തിൽ മലാക്കിയുടെ പുസ്തകം പറയുന്നത് 10%. എന്നാൽ പിന്നെ 10%, അതേ പറ്റുള്ളൂ. ഈ 10% എന്ന് പറയുന്ന ആർക്കാന്നറിയുന്നു? മുഴുവൻ കൊടുക്കാൻ പറ്റാത്തവർക്കുള്ള 10%. അപ്പോൾ ഒരു 150 കിലോ പൊക്കി. അവസാനം അവർ കണ്ടുപിടിച്ചു, കരുവേലകത്തിൻ്റെ ചുവട്ടിൽ ആഭരണം കുഴിച്ചിട്ടു. പിന്നെ അവർ ആഭരണം ധരിച്ചില്ല. അടിപൊളി, ഒരെണ്ണോടെ കിട്ടി. ആഭരണം വേണ്ടാന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ചെയ്തു. പ്രിയ സഹോദരങ്ങളുടെ ഒരു സമാധാനം ഇല്ലെന്ന് മാത്രമല്ല, സ്വർഗത്തിൽ പോകുന്നുള്ള ഉറപ്പ് കിട്ടിയെന്നില്ലെന്ന് മാത്രമല്ല, ഉള്ളത് പോവുകയും ചെയ്തു. പക്ഷേ ആകെയുള്ള സമാധാനം അപ്പുറത്തിരിക്കുന്നവനേക്കാളും ഞാൻ ഭേദമാണെന്നുള്ളത് മാത്രം. ഇതാണ് പ്രവൃത്തികളാൽ അന്വേഷിച്ചവർക്ക് പറ്റിയ പറ്റ്. പ്രവൃത്തികളാൽ അന്വേഷിക്കുമ്പോഴുള്ള പ്രോബ്ലം, ഈ പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു ഒരു കൽപ്പനയിലോട്ടും പോകാൻ പറ്റില്ല. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ സ്വന്തം പ്രമാണങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. കാരണം ദൈവത്തിൻ്റെ പ്രമാണം ഒരുത്തനും പ്രവൃത്തിയാൽ പൂർത്തിയാക്കാൻ പറ്റില്ലാത്ത തരത്തിൽ അവനെ നുറുക്കി ദരിദ്രനെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അത്ര ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത്. അവൻ നിലവിളിച്ച് കരഞ്ഞ് ചുങ്കക്കാരനെ പോലെ അലറി വിളിക്കാതെ രക്ഷപ്പെടാത്ത ഉയരത്തിലാണ് അവൻ്റെ നീതി വച്ചിരിക്കുന്നത്. അത് ചുമ്മാ കാഷ്വലായിട്ട് ഞാൻ അനുസരിച്ചടാ എന്ന് പറയാൻ കർത്താവ് സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മൾ നമുക്ക് പറ്റുന്ന കൽപ്പനകൾ സംഘടിപ്പിച്ചെടുത്തു. അതുകൊണ്ട് എന്തു പറ്റി? ഞാനപ്പോൾ 250 കിലോ പൊക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ അടുത്തുള്ള യവനൻ ഒന്നും പൊക്കിയിട്ടില്ല. അതാണ് എൻ്റെ ആകെയുള്ള ആശ്വാസം. ഈ ഗിരിപ്രഭാഷണം വളരെ ഭയങ്കര പ്രഭാഷണമാണെങ്കിലും ഇതിനെക്കുറിച്ച് 70-80 മണിക്കൂറൊക്കെ പ്രസംഗിച്ച ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ ഒരെണ്ണം പോലും അനുസരിച്ച ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതനുസരിക്കാൻ ജഡം കൊണ്ട് പറ്റില്ല, തീരുമാനങ്ങൾ കൊണ്ട് പറ്റില്ല. ഒരു തകർച്ചയിലൂടെ മാത്രമേ അങ്ങോട്ട് കയറാൻ നമുക്ക് പറ്റുള്ളൂ. ഒരു നിലവിളിയോടെ ആത്മാവിൻ്റെ ആ ഒരു ജീവനിലൂടെ മാത്രമേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ഈ പ്രവൃത്തിയാൽ അന്വേഷിക്കുന്നവർക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ചുറ്റുമുള്ളവരുടെ എല്ലാം എനിക്ക് പുച്ഛമുണ്ടായി. ഞാനൊന്നും അനുസരിച്ചിട്ടുമില്ല, ഞാൻ ബെറ്ററാന്ന് തോന്നി. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാധാരണഗതിയിൽ കർത്താവായ യേശുക്രിസ്തു വന്നാൽ ആരുടെ കൂടെ ആയിരിക്കും പോകുന്നത്? ഒന്നും എടുക്കാത്ത ഈ യവനൻ്റെ അടുത്തായിരിക്കോ? 250 കിലോ കർത്താവിന് വേണ്ടി ചെയ്ത എൻ്റെ അടുത്തായിരിക്കോ? കർത്താവ് ന്യായമായിട്ട് എവിടെ ആയിരിക്കും വരുന്നത്? എരിവെനിക്കാ, വിവരമില്ലെന്ന് മാത്രമേ ഉള്ളൂ, പരിജ്ഞാനമില്ല, എരിവ.
ആരുടെ അടുത്താണ് കർത്താവ് വരണ്ടേ? എൻ്റെ അടുത്തല്ലേ വരണ്ടേ? അപ്പോൾ എൻ്റെ അടുത്ത് വരാതെ പാപികളുടെ അടുത്തും 1 കിലോ പോലും എടുക്കാത്തവൻ്റെ അടുത്തും കർത്താവ് പോയി എനിക്ക് സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റില്ല. അവരെല്ലാം എന്തു പറ്റിയെന്ന് പറഞ്ഞത് നമ്മൾ വായിച്ചത്, അവരെല്ലാം ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. എന്താ കാര്യം എന്നറിയോ? കർത്താവിൻ്റെ നീതി ഇങ്ങ് വെളിപ്പെട്ട് വന്നപ്പോഴേ അത് 250 കിലോ ഒന്നും അല്ലായിരുന്നു, അതൊരു 500 കിലോ ആയിരുന്നു. ഈ 500 കിലോ വെയിറ്റ് കണ്ടതേ യവനന്മാർ നിലവിളിച്ചു, എൻ്റെ കർത്താവേ ഞങ്ങളൊന്നും എടുത്തിട്ടില്ല, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ആ നീതിയുടെ പ്രസംഗം ഇവരിൽ വിശ്വാസം ഉണ്ടാക്കി. എന്നാൽ യഹൂദൻ ഈ 500 കിലോ പൊക്കാൻ നോക്കുക ചെയ്തത്, പക്ഷെ നടന്നില്ല. യഹൂദൻ അതൊരു ഇടർച്ചക്കല്ലായി മാറി, പ്രവൃത്തിയാൽ അന്വേഷിക്കുന്നവർക്കെല്ലാം. എന്നാൽ വിശ്വാസത്താൽ അന്വേഷിക്കുന്നവരെല്ലാം ലജ്ജിച്ചു പോകാതിരിക്കാൻ അവർക്കത് രക്ഷയ്ക്ക് കാരണമായി തീർന്നു. മനസ്സിലായോ? അങ്ങനെയല്ലേ വാക്യം എഴുതിയിരിക്കുന്നത്? ഇന്ന് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ പലതും 500 കിലോ വെയിറ്റ് പ്രസംഗിക്കുകയും ചെയ്യും, ഇതനുസരിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല എന്നും പറയും. വിശ്വാസത്തെക്കുറിച്ചൊന്നും പറയില്ല. അങ്ങനെ മാനസിക രോഗികളായൊരു 3-4 പേരെയെങ്കിലും ഞാൻ ഈ ഒരൊറ്റ ആഴ്ച കൗൺസിൽ ചെയ്തു. യേശുവിൻ്റെ നീതി വെളിപ്പെട്ടപ്പോൾ അത് വെളിപ്പെട്ടത് പ്രവൃത്തിക്കായിട്ടല്ല, അതൊരു വിശ്വാസത്തിനായിട്ടാണ് വെളിപ്പെട്ടത്. ആ വിശ്വാസത്തിലൂടെയാണ് ആ പ്രവൃത്തി ഉണ്ടാകേണ്ടത്. ഇതാണ് റോമാലേഖനം 1:16-17 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തി. അപ്പം ലജ്ജയില്ലാത്തതിൻ്റെ കാര്യം, അതിൽ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. എന്തിൽ? സുവിശേഷത്തിൽ. സുവിശേഷത്തിലുള്ള ദൈവത്തിൻ്റെ ശക്തി എന്തുവാ? 17 വാക്യം. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. ഇതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് വയ്ക്കാമോ? അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കണ്ടോ? ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കിയേ, മലയാളം പോലെ തന്നെയാണ്. ഫോർ therein is the righteousness of God revealed from faith to faith, as it is written, the just shall live by faith. ഇത്രയും നല്ല പോലെ അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകൾക്ക് ആയിട്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കാരണം ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്, അവർക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടായത്. സത്യത്തിൽ ആ പ്രിപ്പോസിഷൻ ടു എന്നുള്ളതിനേക്കാളും നല്ലത് ഫോർ എന്നാണ്. 2, 4 രണ്ടും എൻ്റെ ഗ്രാമർ പറഞ്ഞ ആകെ കുളമോ. ഫ്രം ഫെയ്ത്ത് ആൻഡ് ഫോർ ഫെയ്ത്ത്, ലേറ്റസ്റ്റ് ട്രാൻസ്ലേഷൻ അങ്ങനെയാണ് ESV. ഫ്രം ഫെയ്ത്ത് ആൻഡ് ഫോർ ഫെയ്ത്ത്. മലയാളത്തിൽ അങ്ങനെ തന്നെയാണ്. വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും. ദാറ്റ്സ് എ ട്രാൻസ്ലേഷൻ. അതായത് എനിക്ക് അത്ഭുതം തോന്നുന്നത്, അന്ന് ഈ ഹിന്ദുക്കളൊക്കെ കൂടിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും തെളിയിക്കാനില്ല, എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ട് വേർഡ് ബൈ വേർഡ് അവരത് എഴുതി. ഈ മലയാളം സത്യവേദ പുസ്തകം കയ്യിലുള്ളതെല്ലാം സൂക്ഷിച്ച് വെച്ചോട്ടോ. കാരണം ബൈബിൾ സൊസൈറ്റിക്കാർ ബൈബിളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേക്ക് അടിക്കുന്നുണ്ട്. എപ്പോഴാണോ പഴയതെല്ലാം ക്യാൻസൽ ചെയ്ത് നമുക്ക് അറിയാൻ മേല. ഇന്ന് വരുന്നതിനകത്തെല്ലാം ഒത്തിരി തെറ്റുകളുണ്ട്. അപ്പോൾ കയ്യിലിരിക്കുന്ന എല്ലാം സൂക്ഷിച്ച് വേണമെങ്കിൽ 5-6 മേടിച്ച് കൈ വെച്ചാൽ, കാരണം വലിയ ക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. കഴിഞ്ഞ ദിവസം ബൈബിൾ സൊസൈറ്റിയുടെ ഒരു ബൈബിൾ എനിക്ക് ഒരാൾ തന്നു, പുതിയ വേർഷൻ നോക്കാൻ പറഞ്ഞ്. വായിച്ച് നോക്കിയപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും അല്ലാതെ എഴുതിയിരിക്കുന്നത് എല്ലാം വ്യാഖ്യാനമാണ്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന സ്നാനം എന്നുള്ള വാക്ക് പോലുമില്ല. സ്നാപനം എന്ന് പറയുന്ന ആ ഒരു കർമ്മമാണ്. അതുപോലെ എല്ലാം മാറ്റം വരുത്തിയിരിക്കുക. നമ്മൾ വായിച്ചാൽ നമ്മൾ ഈ സത്യവേദോത്സവം വായിക്കുന്ന പോലെ അല്ലത്. ഇതാണ് ഒറിജിനൽ, ഇതാണ് ഇനി ഞങ്ങൾ പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞ് മറ്റേത് ക്യാൻസൽ ചെയ്താൽ ഇതിൻ്റെ എന്താ. പിന്നെ ഈ വേറെ ബൈബിൾ, പ്രീമിയർ ബൈബിളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാം. സോ ദർ ഈസ് എ ഡേഞ്ചർ എനി ടൈം ദാറ്റ് ക്യാൻ ഹാപ്പൻ. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ, ഈ പഴയ സത്യവേദ പുസ്തകം കയ്യിലുള്ളവർ പ്രഷ്യസ് ആയിട്ട് സൂക്ഷിച്ച ഒന്നാന്തരം ട്രാൻസ്ലേഷൻ. അത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും. ഇപ്പോൾ ഫ്രം ഫെയ്ത്ത് ഫോർ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? വിശ്വാസം, ഫ്രം വിശ്വാസം ആൻഡ് ഫോർ വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിന്നും വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി വിശ്വാസത്തിലേക്ക്. അപ്പോൾ രണ്ടിനും ഈ നീതിയാണ് വേണ്ടത്. അപ്പോൾ നീതിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ വിശ്വാസം ഉണ്ടാകും. വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെ ആ നീതിയിലേക്ക് പോകാം. മനസ്സിലായി ഞാൻ പറഞ്ഞേ? വിശ്വാസത്തിന് നീതിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ അതിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് നീതിയിലേക്ക്. അപ്പോൾ റൈച്ചസ്നെസ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വിശ്വാസം ഉണ്ടാകും, അതിലേക്കും വിശ്വാസം ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ?
വിശ്വാസം എങ്ങനെ നമുക്കുണ്ടാകുന്നതെന്നറിയോ? കേൾവിയാൽ. എന്തിൻ്റെ കേൾവിയാൽ? വചനത്തിൻ്റെ കേൾവിയാൽ. എന്ത് വചനത്തിൻ്റെ കേൾവിയാൽ? നീതിയുടെ വചനത്തിൻ്റെ കേൾവിയാൽ. നമ്മളിത് വായിക്കും, നീതിയുടെ വചനത്തിൻ്റെ കേൾവിയാൽ. ഇതാണ് നമ്മളിപ്പോൾ തെളിയിക്കാൻ പോകുന്നത്. വിശ്വാസത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയാലാണ് എന്തുണ്ടാകുന്നത്? വിശ്വാസം ഉണ്ടാകുന്നത്. ഇത് നമുക്കൊന്ന് വായിക്കാം. 2 പത്രോസ് 1:1 ഒന്ന് വായിച്ചേ. 2 പത്രോസ് 1:1. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ് നീതിയാൽ നമുക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക്. ഓക്കെ, അപ്പോൾ എങ്ങനെ വിശ്വാസം ലഭിച്ചത്? യേശുക്രിസ്തുവിൻ്റെ നീതിയാണ്. അപ്പോൾ നീതിയുടെ പ്രസംഗം കേട്ടപ്പോൾ എന്തുണ്ടായി? എൻ്റെ നീതിയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു വിശ്വാസം ഉണ്ടാവില്ല. ഏതു മനുഷ്യൻ്റെ നീതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടാലും വിശ്വാസമല്ല, പ്രവൃത്തിയാണ് ഉണ്ടാകുന്നത്. ഇപ്പം മഹാത്മാഗാന്ധിയുടെ നീതിയെക്കുറിച്ച് കേട്ടാൽ നമ്മൾ പറയാം അങ്ങനെ ജീവിക്കണം ബ്രദറെ. ഒരു വിശുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ച് കേട്ടപ്പോൾ അങ്ങനെ ആവണം നമുക്ക്, പ്രവൃത്തിയാണ്. പക്ഷേ യേശുവിൻ്റെ നീതിയെക്കുറിച്ച് കേൾക്കുമ്പോൾ മാത്രം അയ്യോ കർത്താവേ ഞാനല്ല, നീ ജീവിക്കണം, ഫെയ്ത്ത് ഉണ്ടാകും. കാരണം യേശുവിൻ്റെ നീതി വെളിപ്പെടുമ്പം എല്ലാവരും ഒരുപോലെ നിസ്സഹായരും പ്രവൃത്തികളാൽ സാധിക്കാത്തവരെന്നുള്ള തിരിച്ചറിവും, കർത്താവെ നീ സഹായിച്ചില്ലെങ്കിൽ ഞാൻ പോയി എന്നുള്ള ആ ഒരു ആശ്രയത്വമാണ് ഈ നീതിയുടെ വെളിപ്പാട് നമുക്ക് നൽകുന്നത്. നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ യേശുവിൻ്റെ നീതി വെളിപ്പെടുമ്പോൾ അത് പ്രവൃത്തിക്കായി വെളിപ്പെട്ടിരുന്നുവെങ്കിൽ അപകടമായനെ. കാരണം കുറച്ച് ആളുകൾ അത് പ്രവർത്തിക്കും, മിടുക്കന്മാർ സ്വർഗ്ഗത്തിൽ പോകും. എന്നാൽ ദൈവം അങ്ങനെ വെച്ചില്ല. ഏറ്റവും താഴെ കിടക്കുന്ന ഒരു പാപിക്ക് കർത്താവേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചാൽ അവനും ഉള്ളിൽ വിശ്വാസം കൊടുത്ത് അവനെ ഈ നീതിയിലേക്ക് നടത്താൻ കഴിയുന്ന ഒരു രക്ഷാപദ്ധതിയാണ് ദൈവം ഒരുക്കി വെച്ചത്. ഇത് വിശ്വാസത്തിലായതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. പ്രവൃത്തിയാലായിരുന്നെങ്കിൽ 250 കിലോ പൊക്കിയവൻ്റെ കൂടെ ഒരു 50 കിലോയുടെ നീ പൊക്കിക്കോ ഞാൻ കൊണ്ടുപോക്കാമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മളൊക്കെ പോയേനെ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ, അടുത്ത വാക്യം. 2 പത്രോസ് നിൽക്കുമല്ലേ, നമ്മൾ തിരിച്ചു വരണം. റോമാലേഖനം 9-ാം അധ്യായം 32-ാം വാക്യം. പ്രവൃത്തികളാൽ അന്വേഷിച്ചുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. ഈ ഇടർച്ചക്കല്ലെന്ന് പറഞ്ഞൊരു 500 കിലോ എന്ന് സങ്കല്പിച്ചോ. കർത്താവിൻ്റെ നീതി അതായിരുന്നു. അതിൽ തട്ടി പ്രവൃത്തികളാൽ അന്വേഷിച്ചവരെല്ലാം ഇടറിപ്പോയി. ഇപ്പം നിങ്ങളുടെ ഈ ഡോർ മാത്രം വെളിയിൽ ഇറങ്ങാനുള്ളൂ എന്ന് വിചാരിച്ചു. അവിടെ വേറെ ഡോറുണ്ട് എനിക്കറിയാം, പക്ഷേ ഇല്ലയെന്ന് വിചാരിച്ചു. ഇത് ഒരൊറ്റ ഡോർ, ഇവിടെ ഒരു 500 കിലോയുടെ കല്ലിരിപ്പുണ്ടെന്ന് വിചാരിച്ചോ. ഞാൻ 250 കിലോ പൊക്കുന്ന ആളാണ്. അപ്പോൾ ചുറ്റുമുള്ളവരാരും പൊക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സെന്തായിരിക്കും? ഒന്ന് പൊക്കി നോക്കാം. എനിക്ക് പൊക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആർക്കും പൊക്കാൻ പറ്റില്ല. എന്നാൽ ഒരിക്കലും പൊക്കിയിട്ടില്ലാത്തവൻ ആരായിരിക്കും അന്വേഷിക്കുന്നത്? 250 കിലോ പൊക്കി എന്നെയല്ല, 500 കിലോ പൊക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ എന്നായിരിക്കും അന്വേഷിക്കുന്നതല്ലേ? ഈ 500 കിലോ പൊക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? ആരാ? അതാ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ ഭയങ്കര മഴക്കാലമായിരുന്നല്ലോ ഒരു 3-4 മാസം 6 മാസം മുമ്പ് അല്ലേ? ഭയങ്കര പെരുമഴയായിരുന്നു. തൃശ്ശൂരൊക്കെ മഴ ബാധിച്ച സ്ഥലമാണ്. ഞങ്ങളുടെ ഇടുക്കി ജില്ല ഇത് നല്ലപോലെ മഴ റോഡുകളെ ബാധിച്ചു. റോഡുകളെല്ലാം ഇടിഞ്ഞു പോവുകയും ചില റോഡുകളൊക്കെ പകുതിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീട് രാജാക്കാടാണ്. രാജാക്കാട് നിന്ന് മുല്ലക്കാനം വഴി ഞങ്ങൾ ആനച്ചാലിലൊരു ചിത്രപുരത്തൊരു മീറ്റിങ്ങിന് വേണ്ടി പോകുന്ന വഴിക്ക് ഒരു ഓഡിറ്റ് കയറ്റം എന്ന് പറഞ്ഞൊരു കയറ്റമുണ്ട്. ഭയങ്കര ഷാർപ്പ് ടേൺ, ഒരു 85 ഡിഗ്രി കയറുന്ന ടൈപ്പ് കയറ്റം. അപ്പോൾ തുടങ്ങുന്നിടത്ത് അത്രയും കയറ്റമില്ല, പക്ഷെ അവിടെ റോഡ് സൈഡ് ഇടിഞ്ഞു പോയിരിക്കുക. അപ്പം കാറ് ഇറങ്ങില്ല, ബസ്സും ലോറിയൊക്കെ ഇറങ്ങും, വലിയ ടയർ ഇറങ്ങും, പക്ഷേ ചെറിയ ടയർ ഇറങ്ങത്തില്ല. ഞാനിങ്ങനെ ചെല്ലലും പെട്ടെന്നൊരു ലോറി എതിരെ വന്നു. സൈഡ് കൊടുക്കാൻ പ്ലേസ് ഇല്ല. പുറകോട്ട് എടുക്കാമെന്ന് വിചാരിച്ച് പുറകോട്ട് ഒരു 50 മീറ്റർ പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ വേറൊരു വഴിയേ പോകാം. ഇതൊരു വളവാണ്, പക്ഷേ ഇതിലേ പോകാം. പക്ഷേ റിവേഴ്സ് എടുക്കാൻ വേണ്ടി ഗിയർ മാറ്റലും ഒരു KSRTC വണ്ടി തൊട്ട് പുറകെ വന്ന് ഓണടി തുടങ്ങി. പുറകോട്ട് പോകാൻ അവന്മാർ സമ്മതിക്കില്ല. ട്രാപ്ഡ്. മുമ്പോട്ട് പോകാൻ പ്ലേസും ഇല്ല, പുറകോട്ട് പോകാനും പറ്റില്ല. ലോറിക്കാർ ചീത്തയാണ്. കുഴിക്കകത്ത് ഇറക്കാൻ അവർ പറയുന്നത്. കുഴിക്കകത്ത് ഇറങ്ങിയാൽ കയറ്റാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ആലോചിക്കുക, കർത്താവേ ഈ വണ്ടിയായിട്ട് പോരണ്ടായിരുന്നു. ഒരു സാറ് ഇതേപോലെ ബൈബിൾ സ്റ്റഡിക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവരെ വീട്ടിൽ ഇരുത്തിയിട്ട് അവരുടെ കൂടെ ഞാനങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കഷ്ടപ്പാട് ആരനുഭവിച്ചോണ്ടേനെ? അയാൾ അനുഭവിച്ചോണ്ടേനെ, പകരക്കാരൻ. അതുവരെ ഞാൻ എക്സ്പേർട്ട് ഡ്രൈവറാണ്. പക്ഷെ ഒരു പ്രതിസന്ധി വന്നപ്പം ഞാൻ എന്നേക്കാളും എക്സ്പേർട്ടായിട്ടുള്ള ഒരാളെ അന്വേഷിക്കുന്നത്. അപ്പം ഞാൻ ഒടിഞ്ഞു.
അപ്പോൾ ഞാൻ ചിന്തിക്കുക, ആ മനുഷ്യനാണ് ഇതിലെല്ലാം വണ്ടി ഓടിച്ച് നല്ല പരിചയമാണ്, ഞാൻ വല്ലപ്പോഴും ഇവിടെ വരുന്നത്, ആളായിരുന്നെങ്കിൽ ഇത് കയറ്റിക്കൊണ്ട് പോയതിനെ. ഈ സ്റ്റിയറിങ് ആർക്കെങ്കിലും കൊടുത്തേക്കായിരുന്നു, കാരണം ഞാൻ തോറ്റു. അപ്പോൾ എനിക്ക് ആര് വേണം? ഒരു പകരക്കാരൻ വേണം. ഞാൻ വിചാരിച്ചു ആ മലയുടെ മുകളിലൊരു ബ്രദറുണ്ട്, ആ ബ്രദർ ഇറങ്ങി വന്നാലും മതിയായിരുന്നു. വിളിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴേക്കും ഈ ലോറിക്കാരൻ നമ്മൾ സമ്മതിക്കുകയില്ല. അവസാനം ആ ലോറിക്കാരൻ ഒരുത്തൻ പുറകോട്ട് എടുത്തെടുത്ത് ലോറി കയറ്റത്തിലോട്ട് പുറകോട്ട് ഒരു വിധത്തിൽ എടുത്തെടുത്ത് ഒരു ഇത്തിരി സൈഡ് ഒതുക്കി തന്നു, രണ്ടും കൽപ്പിച്ച് കണ്ണടച്ച് പിടിച്ച് അതിലേക്ക് ഓടിച്ചു പോയി. നിങ്ങളൊന്ന് ആലോചിക്കേ, നമ്മളെപ്പം നമ്മുടെ സോളിൻ്റെ പവർ മുട്ടുന്നോ, തോറ്റുപോകുന്നോ, തകർക്കപ്പെടുന്നോ, നിവൃത്തിയില്ലായ്മ എപ്പം നമ്മൾ അനുഭവിക്കുന്നോ, അപ്പോൾ മാത്രമേ നമുക്കൊരു പകരക്കാരനെ അന്വേഷിക്കാൻ തോന്നുള്ളൂ. അല്ലാത്ത എല്ലാ സമയത്തും നമ്മൾ ഭയങ്കര മിടുക്കന്മാരാണ്. നമ്മുടെ കയ്യിലില്ലാത്ത ഉത്തരമില്ല, നമ്മുടെ കയ്യിലില്ലാത്ത സൊല്യൂഷൻസ് ഇല്ല, നമുക്കില്ലാത്ത ഐഡിയാസ് ഇല്ല. ഐഡിയാസ് എല്ലാം മുട്ടുമ്പം പറയും, കർത്താവേ ഞാൻ തോറ്റു. ആ പോയിന്റിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിയാൽ അത്രയും കൂടുതൽ കർത്താവിനെ അനുഭവിക്കാം. ഇതിനെയാണ് തകർക്കപ്പെടുക, ബ്രോക്കൺ ആവുക, മാനസാന്തരപ്പെടുക എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിയുണ്ട്, പക്ഷെ തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ബുദ്ധിയൊന്നും പ്രയോഗിക്കാൻ പറ്റില്ല. പിന്നെ ആകെ പ്രയോഗിക്കാൻ പറ്റുന്ന യേശു പകരക്കാരൻ എന്നുള്ളൊരൊറ്റ ഫെയ്ത്ത് മാത്രമാണ്. അത്രയും സ്ഥലത്ത് നമ്മൾ സീറോ ആയി പോയെങ്കിൽ മാത്രമേ നമുക്കൊരാളൊരു തല്ല് തന്ന ആ സാഹചര്യത്തെ നേരിടാൻ 10 കാര്യങ്ങൾ ചെയ്യാം. നല്ല ബുദ്ധിയുള്ളവനാണ് 20 കാര്യങ്ങൾ ഒപ്പിക്കും. പക്ഷെ അതിനോടെല്ലാം മരിച്ചാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? കർത്താവേ നീ എന്ത് ചെയ്യുമായിരുന്നുള്ളതിലേക്ക് നടത്തണം, ബാക്കി എല്ലാത്തിനോടും ഞാൻ ചത്തു. നല്ല എളുപ്പമല്ലേ? നല്ല എളുപ്പമാണ്, വിശ്വസിച്ചാൽ മതി. പക്ഷെ വിശ്വസിക്കില്ല, അതാണ് പ്രശ്നം. ദൈവത്തെ അങ്ങനെ കടന്ന് വിശ്വസിക്കാൻ നമുക്ക് ധൈര്യമില്ല, അത്രയും സ്നേഹവും ഇല്ല. അതാണ് എൻ്റെ കാര്യം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇത് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല, രാവിലെ ബാക്കി പറയും. ഞാനൊരു ദിവസം കോട്ടയത്തിനടുത്ത് ഞാലിയാകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് കാറുമായിട്ട് പോവാണ്. വേറൊരു കാറാണ് ഓടിക്കുന്നത്. അപ്പം ഞാനൊരു ആ ജംഗ്ഷനിൽ കൊണ്ടുപോയി നിർത്തി. ട്രാഫിക് ജംഗ്ഷനാണ്. പുറകെ നിന്നൊരു ബൈക്ക്, ഒരു സൂപ്പർ ബൈക്ക്. ഈ ബൈക്ക് എന്ന് പറഞ്ഞാൽ അറിയാമോ നിങ്ങൾക്ക്? സൂപ്പർ ബൈക്ക് ഈ പുറകിലെ സീറ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പം ഫ്രണ്ടിലൊരുത്തൻ ബ്രേക്ക് ചവിട്ടിയാൽ ഇവൻ മുമ്പിൽ വന്ന് വീഴണം. അതാണ് അതിൻ്റെ ഡിസൈൻ. ഇവൻ വന്നു എൻ്റെ വണ്ടിയുടെ ബാക്കിലോട്ട് ഒറ്റ ഇടി ധമ്മെന്ന് കേട്ടു. ഞാൻ വിൻഡോയിൽ കൂടെ നോക്കിയപ്പം വാഗണർ അതിൻ്റെ ബമ്പർ ഇങ്ങനെ തുറന്നിട്ടുണ്ട്, 2 സൈഡിലും കാണാം. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വന്നു നിന്നു. ഞാൻ വിൻഡോ താഴ്ത്തിയിട്ട് അവനോട് ചോദിച്ചു, എന്ത് പറ്റിയത്? അന്നേരം പറഞ്ഞു, ബ്രേക്ക് കിട്ടില്ല സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത്രയും വലിയ ബൈക്ക് മേടിച്ചിട്ട് അതിൻ്റെ കൂടെ നിനക്ക് ബ്രേക്ക് കിട്ടിയില്ലെന്ന് ചോദിച്ചു. ഭയങ്കര ബുദ്ധിയല്ലേ? ഉടനെ കർത്താവിനോട് ചോദിച്ചു, ഇത് ആരുടെ രാജ്യമാണ് നീ സ്ഥാപിക്കുന്നത്? നീ അവനോട് യുദ്ധം ചെയ്യാൻ പോകണോ? അപ്പോഴെനിക്ക് മനസ്സിലായത് ഇതിനോടെല്ലാം ഞാൻ ചത്തതാണല്ലോ. ഞാൻ അവനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. നോക്കുമ്പോൾ ഭയങ്കര സങ്കടം, 2500 രൂപ പോക്കാം. പിന്നെ അവനോട് പറഞ്ഞു, ചിരിച്ചു കൈ വിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഓ എന്തൊരു പാടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അവൻ പോയി കഴിഞ്ഞ് ഈ വണ്ടിയുടെ ടയർ നോക്കുമ്പം എനിക്ക് വിഷമം തോന്നിയാലും ഉള്ളിൽ എനിക്കറിയാം, കർത്താവേ ഒരു സമയം, ഒരു നിമിഷ നേരത്തേക്ക് ഞാനല്ല നീ എന്ന് പറയാൻ എന്നെ സഹായിച്ചതിൻ്റെ ആ ഒരു സന്തോഷം, അതൊരു ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരൻ ഇങ്ങനെ പറയുമായിരുന്നു, ഈ കുഴിനകമൊക്കെ വരുമ്പോൾ അതിൻ്റെ ചുറ്റും പ്രസ് ചെയ്യുമ്പം കിട്ടുന്നൊരു വേദനയുള്ള ഒരു സുഖമുണ്ട്. അതുപോലെ ഈ ജഡം മരിക്കാൻ വിട്ടുകൊടുക്കുമ്പോൾ എന്നുള്ള കാര്യം. സത്യം പറഞ്ഞാൽ അവിടെ ഇറങ്ങി ചെന്നിട്ട് എന്തോടെ നീ കാണിച്ചതിന് ചോദിക്കണം. പിന്നെ ഞാൻ ഓർത്തു, യാത്ര ചെയ്തപ്പോഴെല്ലാം ഓർത്തു, കർത്താവേ അവനോട് ഒരു നല്ല വർത്തമാനവും കൂടെ പറയേണ്ടതായിരുന്നു. സാരമില്ല, സൂക്ഷിച്ചോടിക്കും മോനെ എന്നും കൂടെ പറഞ്ഞു വിടേണ്ടതായിരുന്നല്ലോ. പക്ഷെ അത്രയും യേശുവിൻ്റെ ജീവൻ അങ്ങോട്ട് ഒഴുകിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ മനോഹരമായിട്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ നമ്മുടെ കുടുംബത്തിലും നാട്ടിലും വീട്ടിലും എല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ബിലീവ് യു ഡൈഡ്. സന്തോഷം. ഇങ്ങനെ അല്ലാതെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ 5 ദിവസമല്ല 150 ദിവസം ഉപവാസം ഇരുന്നാലും നടക്കുകയില്ല. വ്രതങ്ങൾ വഴിയല്ല നമ്മൾ ജയിക്കുന്നത്, വിശ്വാസത്താലാണ്. നാം ജയിച്ച ജയം എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസമാണ്, അവനിലുള്ള. അല്ലാതെ ഒരു ജയവും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടില്ല. only by faith in the victorious Lord as our substitute. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ജഡത്തിൻ്റെ ആയിരിക്കില്ല, ഭയങ്കര ഗ്രേസ് ആയിരിക്കും. കണ്ടു നിൽക്കുന്നവർ, എനിക്കവിടെ ഗ്രേസ് അത്രയും കാണിക്കാൻ പറ്റിയില്ല.
ഞാൻ പിന്നെ ആലോചിച്ചു, കുറച്ചും കൂടെ ആ ജീവൻ്റെ ഒഴുക്കുണ്ടായിരുന്നെങ്കിൽ, ഈ ആദ്യം ആ വാക്യം പറഞ്ഞുകൊണ്ട് ആ ഒഴുക്ക് പോയത്. അത് പതുക്കെ പതുക്കെ ആ പുറമേ ഉള്ളവൻ്റെ ബുദ്ധി അങ്ങ് ക്ഷയിച്ചിട്ട് കർത്താവേ നീ മാത്രമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരുന്ന ആലോചിച്ച് നോക്കി. എന്ത് മനോഹരമായിരിക്കും ജീവിതം. ഇവിടെ മാത്രമല്ല, അവിടെയും ദൈവത്തിൻ്റെ ആനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകം ഒരിക്കലും കുറയാതെ അങ്ങനെ നമ്മുടെ മേൽ നിൽക്കും. മനസ്സിലായോ ഞാൻ പറഞ്ഞ? ഈ ആനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? ആ 2500 രൂപ പേ ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ട്. നഷ്ടമാണ്, ആകെ അതേ കാണുള്ളൂ കയ്യിൽ. പക്ഷെ അത് കൊടുക്കുമ്പം എനിക്കറിയാം ഇത് കർത്താവാണ് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരിടി കൊള്ളേ, എന്നിട്ട് അത് നോക്കി ചിരിച്ചിട്ടൊന്ന് കെട്ടിപ്പിടിക്കേ. എന്ത് പവറാണതിനെന്നറിയോ? എന്ത് പറ്റി മിണ്ടാതിരിക്കുന്നത്? അപ്പോൾ ക്രിസ്തു നമുക്ക് പകരക്കാരനായി ഏത് സന്ദർഭത്തിലും വരാൻ തയ്യാറാണ്. ഈ 500 കിലോ വെയിറ്റ് എന്ന് പറയുന്നത് അവന് മാത്രം എടുക്കാൻ പറ്റും. ഇതെല്ലാം ഭയങ്കര വെയിറ്റാണ്. ചേസ് എന്ന് പറയുന്ന മനുഷ്യന് ഇതൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ എല്ലാം നമുക്കൊരു പുരോഹിതൻ, ഒരു മഹാപുരോഹിതൻ, നമുക്ക് പരിജ്ഞാനം നൽകുന്ന, എന്ത് ചെയ്യണമെന്ന് വെളിപ്പെടുത്തുന്ന ഒരു പുരോഹിതൻ അവിടെ നമുക്ക് പകരക്കാരനായിട്ടുണ്ട്. അടുത്ത വാക്യം. ഇതാ ഞാൻ സിയോനിൽ ഒരു ഇടർച്ചക്കല്ലും ഒരു തടങ്കൽ പാറയും വയ്ക്കുന്നത്. എന്തിനാണെന്നറിയാം തടങ്കൽ പാറ വയ്ക്കുന്നത്? വിശ്വസിക്കുന്നവർ മാത്രമേ രക്ഷപ്പെടാവുള്ളൂ. അതിനു വേണ്ടിയാണ്. പ്രവൃത്തിയാൽ അന്വേഷിക്കുന്നവർ ലജ്ജിക്കപ്പെടുകയും അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ച് പോകാതിരിക്കുകയും ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്കെല്ലാം തല കറങ്ങി വീഴാൻ, തലയടിച്ച് വീഴാൻ ഒരു ഇടർച്ചക്കല്ല് സിയോനിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നു. ആ ഇടർച്ചക്കല്ല് അവർക്ക് ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശ് നശിച്ചു പോകുന്നവർക്ക് ബോഷത്വമായിരുന്നു. യഹൂദനത് ഇടർച്ചയായിരുന്നു, അല്ലേ? യഹൂദനത് അസ്വസ്ഥതയുണ്ടാക്കി. കാരണം അവൻ അനുസരിക്കുന്ന നീതി ഒന്നും ഇവിടെ സമ്മതമല്ല. അടുത്ത വാക്യം. ചാപ്റ്റർ ഒന്നും നോക്കണ്ട. സഹോദരന്മാരെ, ആരാ? ഈ പ്രവൃത്തിയാൽ 250 കിലോ പൊക്കിയവന്മാർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ കർത്താവേ അവരെ എങ്ങനെയും രക്ഷിക്കണേന്ന് പറയാം. കാരണം എന്താണെന്നറിയോ? അടുത്ത വാക്യം. വിവരമില്ലെങ്കിലും ദൈവത്തെക്കുറിച്ച് ഭയങ്കര എരിവാണ്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഷേവ് ചെയ്യുകയും കൃത്യമായിട്ട് വെള്ളവസ്ത്രം ധരിക്കുകയും ചെയ്യുന്നത്. ഞാൻ ഒരു ചർച്ചിൽ പ്രസംഗിച്ചപ്പം ഒരു മനുഷ്യനോട് പറഞ്ഞു, 3-ാം ദിവസം പാസ്റ്റർമാരുടെ മീറ്റിങ്ങാണ്, എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ വരത്തില്ല. അതെന്താ? നിങ്ങൾ വെള്ളം ധരിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ വെള്ളം ധരിക്കാത്തതിൻ്റെ കാരണമുണ്ട്. ആ കാരണം എന്താണെന്നറിയാം? ഈ എൻ്റെ ഷർട്ട് മിക്കതും ഞാൻ വാങ്ങിക്കുന്നതല്ല. നമ്മുടെ പല സഹോദരിമാരും ഇംഗ്ലണ്ടിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ സഹോദരിമാരല്ല, ചർച്ചിലുള്ള സഹോദരന്മാരുടെ സഹോദരിമാർ. അവർ ഇംഗ്ലണ്ടിൽ നിന്ന് വരുമ്പോൾ അവരുടെ സഹോദരന്മാർക്ക് സന്തോഷത്തിന് വേണ്ടി ഷർട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. പക്ഷേ ഈ ഇംഗ്ലണ്ടിലെ ഷർട്ടൊന്നും നമ്മുടെ ഇവിടുത്തെ പാവപ്പെട്ട സഹോദരന്മാർക്ക് ഫിറ്റ് ആവില്ല. അപ്പോൾ അവർ ചേസ് പാസ്റ്ററെ ഓർക്കും. അങ്ങനെ ഓർത്തതിൻ്റെ ഫലമാണ് ഈ ഷർട്ടുകൾ പലതും. അതുകൊണ്ട് ഇത് വെള്ളയാണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. കർത്താവ് തന്നു സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട്. പക്ഷേ പുള്ളിക്കത് ഭയങ്കര ഇടർച്ചയായി. പുള്ളിയോട് പറഞ്ഞു, ഈ വെള്ളം ധരിക്കാത്തതുകൊണ്ട് ഞാനിനി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? പറഞ്ഞു, ജയിക്കുന്നവൻ വെള്ളം ധരിക്കുമെന്ന് ബൈബിളിലുണ്ട് ബ്രദറെ. ഞാൻ പറഞ്ഞു, ജയിക്കുന്നവൻ കിരീടം വയ്ക്കുന്നുണ്ട്, അതെന്താ ബ്രദർ വയ്ക്കാത്തതെന്ന് ചോദിച്ചു. പുള്ളിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ പുള്ളി എന്നെ ദേഷ്യത്തോടെ നോക്കി. അപ്പം ഞാൻ ചോദിച്ചു, ഈ പാൻറ്റ് കറുത്തിടാനുള്ള കാരണം എന്താ? അത് ജയം പൂർണ്ണമല്ലെന്നാണോ, അതോ പൂർണ്ണമായിട്ട് വേണ്ടെന്നാണോ, പകുതി മതി എന്നാണോ, എന്താ ഉദ്ദേശിക്കുന്നത്? അന്നേരം പുള്ളി ദേഷ്യപ്പെട്ടു. പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനത്തെ മുട്ടാപ്പോക്ക് പറയുന്ന കുറേ പേര് ബൈബിൾ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളെ കൊണ്ടാണ് ഇങ്ങനത്തെ നശിച്ചു പോകുന്നത്. എന്നിട്ട് പറഞ്ഞു, ഈ വെള്ള വസ്ത്രത്തിന് വേണ്ടി ഞാൻ ഭയങ്കര വില കൊടുത്തിട്ടുള്ളതാണ്. വിശുദ്ധിക്ക് വേണ്ടി എന്നാണ് പറയുന്നത്. വിശുദ്ധിക്ക് വേണ്ടി. പരിജ്ഞാനമില്ല, ഭയങ്കര എരിവാണ്. കർത്താവിന് വേണ്ടി വേണേൽ ചാവാനും തയ്യാറാണ്. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേല. മനസ്സിലാവുന്നുണ്ടോ? അത് യഹൂദന്മാർക്ക് മാത്രമല്ല, ഈ പ്രവൃത്തികളാൽ ആരെല്ലാം അന്വേഷിക്കുന്നുണ്ടോ അവർക്കെല്ലാം സംഭവിക്കുന്ന പ്രശ്നമാണ്. ചില ആൾക്കാർ, ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വിവേചിക്കാം, പക്ഷേ നിങ്ങൾ തന്നെ വിവേചിക്കുന്നത് നല്ലത്. പ്രവൃത്തികളാൽ ആരെല്ലാം രക്ഷ അന്വേഷിക്കുന്നുണ്ടോ അവരെല്ലാം ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയോളം എത്തുകയില്ല താനും. അതിന് വളരെ താഴെയുള്ളൊരു പ്രവൃത്തി സെറ്റിലാവുകയും ചെയ്യും. അത് വെച്ച് മറ്റുള്ളവർ വിധിക്കുകയും ചെയ്യും. നിങ്ങൾ ആലോചിച്ചാൽ മതി, വിവേചിച്ചാൽ മതി. അങ്ങനെയാണ് ഇടർച്ചക്കല്ല് ഇന്ന് പെന്തക്കോസ്റ്റിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ക്രിസ്തുവിൻ്റെ ക്രൂശ് നശിച്ചു പോകുന്നവർക്ക് ഒരു ബോഷത്വവും ഒരു ഇടർച്ചക്കല്ലുമാണ്. എന്നാൽ ഏതു പാപി അവനെ വിശ്വസിച്ചാലും ആ സമയത്ത് തന്നെ അവനെ രക്ഷിക്കാനുള്ള ശക്തിയും അതിന് ഉണ്ട്. അടുത്ത വാക്യം ഇതാണ്, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ,
കണ്ണിന് പകരം കണ്ണ് ചൂടുന്നെടുത്ത് എറിഞ്ഞ് കളയണം, അത് പറ്റില്ല. എന്നാൽ പിന്നെ ഷേവ് ചെയ്തേക്കാം. ഇതാണ് ദൈവത്തിൻ്റെ നീതി അറിയാതെ എന്ത് ചെയ്തു? സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. കാരണം അത് കീഴ്പ്പെടാൻ പറ്റില്ല. അതിന് ജഡ ഒടിയണം, മരിക്കണം, അത് പറ്റില്ല. പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഹോസ്പിറ്റലിൽ പോവില്ല ബ്രദറെ ഞങ്ങൾ, നല്ല കാര്യം, വളരെ നല്ല കാര്യം. കാരണം ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിൽ പോയാൽ ഒരു ഡോറിൽ കൂടെ പോയാൽ വേറെ ഡോറിൽ കൂടെ ഇറങ്ങി വരുന്നു, പറയാൻ പറ്റില്ല. പോകാതിരിക്കുന്ന ഏറ്റവും നല്ലത്. പക്ഷേ പോകരുതെന്ന് വേറൊരാൾ പറയുമ്പം അതിൻ്റെ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിളിൽ നമ്മളോട് ഡയറക്റ്റായിട്ട് ആവശ്യപ്പെടാത്തൊരു കാര്യം ഞാനൊരു നിയമമാക്കി, നല്ല കാര്യമാണെങ്കിൽ പോലും. പക്ഷേ ബൈബിളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്വത്ത് ഉപേക്ഷിച്ച് ദരിദ്രന് കൊടുക്കുക, അത് പറ്റില്ല. അതായത് എന്താ തെളിയിക്കുന്നറിയോ? ആശുപത്രി പോകാതെ ഞാൻ ചത്താലും എൻ്റെ നയാ പൈസ ഒരുത്തിനും കൊടുക്കുമെന്ന് വിചാരിക്കേണ്ടതെന്നാണ് ആ വിശ്വാസത്തിൻ്റെ അർത്ഥം. നിങ്ങൾ വിവേചിച്ചോ, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വിവേചിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. അടുത്ത വാക്യം ഇവിടെ നമ്മൾ നിർത്തുക. ഓക്കെ, ഇനി പറഞ്ഞു തുടങ്ങി ഒത്തിരി സമയമെടുക്കും. വിശ്വാസത്തിൻ്റെ വചനം, നീതിയുടെ വചനം എന്താണെന്ന് നമ്മൾ നാളെ രാവിലെ കാണാം. അത് കഴിഞ്ഞ് ചോദ്യങ്ങൾ വരുന്നതാണ് നല്ലത്. ഇവിടെ പറയുന്നത് വിശ്വസിക്കുന്ന എല്ലാവർക്കും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. അപ്പോൾ 500 കിലോ പൊക്കിയവൻ ആരാണ്? ക്രിസ്തുവാണ്. അപ്പോൾ 10 കിലോ പൊക്കുന്ന ഞാനും 20 കിലോ പൊക്കുന്ന നിങ്ങളും വീഴുമ്പോൾ 500 കിലോ പൊക്കിയവനറിയാം എൻ്റെ ബലം, നിങ്ങളുടെ ബലം, അവരുടെ ബലം, ഇവരുടെ ബലം, എല്ലാവരുടെയും ബലം അറിയാവുന്ന ആർക്കാ? ഇത് പൊക്കിയവനാണോ തോറ്റവനാണോ? പൊക്കിയവനറിയാവുന്നത്. അപ്പോൾ യേശു എന്ന പകരക്കാരനിലേക്ക് ഞാൻ ആശ്രയിക്കുമ്പം ഞാൻ 5 കിലോയും 10 കിലോ ഒന്നും അല്ല പൊക്കുന്നത്, ന്യായപ്രമാണത്തിൻ്റെ അവസാനം വരെയാണ് പൊക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ നീതി പരീശൻ്റെയും ശാസ്ത്രിയുടെ നീതിയെ കവിയുന്നൊരു നീതി ഉണ്ടാകുന്നത് എൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളിലൂടെ അല്ല, ആത്മാവിൽ ക്രിസ്തുവിൻ്റെ ജീവനിലൂടെ വരുന്ന അവൻ്റെ പകരക്കാരൻ അവൻ എന്നുള്ള ഫെയ്ത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തികളാണ് നമ്മുടെ നീതിയെ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയുടെ അപ്പുറത്തേക്ക് കടത്തിവിടുന്നത്. നമുക്ക് തൽക്കാലം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നാളെ തുടരാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ മഹത്വമേറിയ നാമത്തിന് നന്ദി പറയുന്നു. അവിടുത്തെ പുത്രൻ്റെ വിലാപം, കരച്ചിൽ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിലവിളി, ഞങ്ങളോടുള്ള സ്നേഹം, കർത്താവെ ഞങ്ങളുടെ കൂടെ പെസഹ കഴിക്കാൻ ആഗ്രഹിച്ച്, കർത്താവ് ഞങ്ങളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ ആഗ്രഹിച്ച്, അത്രയും ഞങ്ങളെ പ്രാണനെ പോലെ സ്നേഹിച്ച കർത്താവെ, അങ്ങയുടെ വിലാപം ഞങ്ങൾ ഓർക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെ രക്ഷിക്കാൻ കർത്താവെ അങ്ങയുടെ രക്തം, വിയർപ്പ് എല്ലാം കർത്താവെ അവിടെ നിന്ന് ഒഴുക്കി, നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി നീതി സ്ഥാപിച്ചു, അത് ഞങ്ങൾക്ക് ധനമായി അവകാശമായി നിക്ഷേപിച്ചു. ഞങ്ങളുടെ ഉള്ളിൽ അതിനാൽ വിശ്വാസത്തെ ഉണ്ടാക്കി ഞങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങേക്ക് തിരുവുള്ളം ഉണ്ടായതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നന്ദി പറയുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ വചനത്തെ വെളിപ്പെടുത്തി തരണമേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.